ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുവന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതഗദ്ഗദേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. നാരായണ. ഇന്ന് പൈങ്കുനി ഉത്രം വളരെ വിശേഷമാണ് എല്ലായിടത്തും. തമിഴ്നാട്ടിലൊക്കെ ശിവക്ഷേത്രങ്ങൾ, സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ എല്ലായിടത്തും വിശേഷമാണ്. നമുക്കും കേരളത്തിൽ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ, ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ വിശേഷ ദിവസമാണ്. ഇന്ന് അയ്യപ്പസ്വാമിയുടെ ഉത്സവം, പിറന്നാൾ ഉത്സവം ശബരിമല. അതുപോലെ മിക്കവാറും ക്ഷേത്രങ്ങളിലേക്ക് പ്രധാന ദിവസമാണ് ഉത്സവത്തിൻ്റെ. പാലക്കാട് ടൗണിൽ പുത്തൂർ നമ്മൾ സത്സംഗോത്സവത്തിൽ എപ്പോഴും പോകുന്നതായിട്ടുള്ള പുത്തൂർ തിരുവരാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് വേല, ഏറ്റവും വിശേഷ ദിവസം. അതുപോലെ പാലക്കാട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ വേല, വെടി, പൂരം എന്നൊക്കെ പറയുന്ന പേരിലാണ് പലരും പല ദേശങ്ങളിലും അറിയപ്പെടുന്നത്. ഇന്നലെ കാവശ്ശേരി പൂരം കഴിഞ്ഞു. ഇന്ന് മറ്റ് പല ദേശങ്ങളിലും പൂരങ്ങളും വേലകളുമുണ്ട്. അപ്പോൾ നല്ലൊരു ദിവസം, എല്ലാവർക്കും ഉത്സവമാകട്ടെ. എല്ലാവരുടെ ഉള്ളിലും ആനന്ദം നിറഞ്ഞൊഴുകട്ടെ. എല്ലാവർക്കും ആശംസകൾ. ഇന്നലെ പൂരം കഴിഞ്ഞു. ഇനി അടുത്ത പൂരമാണ് തൃശ്ശൂർ പൂരം, അല്ലേ? ആറാട്ടുപുഴ പൂരം കഴിഞ്ഞു. ഇടയ്ക്ക് ഇനി ഞാൻ മറ്റായിരുന്നു, അല്ല ഇന്നലെ തന്നെ ആറാട്ടുപുഴ പൂരവും. ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും പഴമയാർന്ന ഉത്സവമാണ് ആറാട്ടുപുഴ പൂരം. 1445 വർഷമായി എന്നാണ് അവിടുത്തെ പൂരം ആരംഭിച്ചിട്ട്. തൃശ്ശൂർ പൂരമൊക്കെ 200 വർഷത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ ആലോചിക്കുക, തൃശ്ശൂർ പൂരത്തിൻ്റെ 7 ഇരട്ടി പഴക്കമുള്ളതാണ്. ആറാട്ടുപുഴ പൂരത്തെ അനുകരിച്ചുകൊണ്ട് ശക്തൻ തമ്പുരാൻ ആരംഭിച്ചതാണ് തൃശ്ശൂർ പൂരം. അതിൻ്റെ പല കഥകളുമുണ്ട്. എല്ലായിടത്തും ഉത്സവങ്ങളാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും. ഞാൻ ഇന്നലെ മാവേലിക്കര ഉമ്പർനാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഒരു 100 വർഷം പഴക്കമുള്ള ആശ്രമത്തിൽ ശതാബ്ദി ആഘോഷമായിരുന്നു. അപ്പോൾ
കഴിഞ്ഞ 3-ാം തീയതി ഒരു യതിപൂജയായിരുന്നു. ഞങ്ങളെ സന്യാസിമാരെ എല്ലാവരെയും വിളിച്ച് നിർബന്ധിച്ചിരുന്നു. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ പകരം ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് മിനിഞ്ഞാന്ന് കാലടിയിൽ നിന്ന് മാവേലിക്കരയ്ക്ക് പോയി രാത്രി അവിടെ തങ്ങി. ഇന്നലെ അവിടുത്തെ സമാപന സമ്മേളനം നമ്മളെ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളജി വന്നിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഉച്ചയോടുകൂടി തിരിച്ചു പാലക്കാട്ടേക്ക്. ഇന്നലെ രാത്രി തിരിച്ചെത്തി. ഇനിയിപ്പോൾ എല്ലാവരും വിഷുവിന് ഒരുങ്ങുകയായിരിക്കും. എല്ലാവർക്കും അഡ്വാൻസായിട്ട് വിഷു ആശംസകൾ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ചുറ്റും കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് കാണുന്നുണ്ട്. എവിടെ തിരിഞ്ഞാലും അല്ലേ, ഏത് വഴിക്ക് പോയാലും കണിക്കൊന്ന നേരത്തെ വിഷുവിനെ വരവേറ്റുകൊണ്ട് തയ്യാറായി നിൽപ്പുണ്ട്. എല്ലാവരുടെ ഉള്ളിലും ആ വിഷുവിൻ്റെ നിറവ് ഉണ്ടാവട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് തയ്യാറെടുക്കാം അല്ലേ. വിഷുവിന് എല്ലാ ഐശ്വര്യവും ഭഗവാൻ വന്നാൽ കൂടെ ഐശ്വര്യങ്ങളെല്ലാം വരും. നമുക്ക് കാത്തിരിക്കാം. നമ്മൾ ഭാഗവത ജ്ഞാനഗംഗ ഉത്തരാർദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദശമസ്കന്ധം 90 അധ്യായങ്ങളിൽ ആദ്യത്തെ 49 അധ്യായങ്ങൾ കഴിഞ്ഞു. അതിനാണ് പൂർവാർദ്ധം എന്ന് പറയുന്നത്. ഇനി 50-ാം അധ്യായം മുതൽക്ക് ഉത്തരാർദ്ധം എന്ന് പറയുന്നു. ഇപ്പോൾ ഇനി കുറച്ചുകൂടി ഭഗവാന്റെ ആ ഒരു എന്താ പറയുക, ബാല്യഭാവമെല്ലാം വെടിഞ്ഞ് ഒരു പൗരുഷത്തിൻ്റെ ഭാവം പ്രകടിപ്പിക്കുന്ന, യൗവനത്തിൻ്റെ ഭാവം പ്രകടിപ്പിക്കുന്ന ലീലകൾ ആരംഭിക്കുകയാണ്. അതിലാദ്യമായിട്ട് ജരാസന്ധനുമായിട്ടുള്ള യുദ്ധമാണ്. 50-51 അധ്യായങ്ങളിൽ ഈ ജരാസന്ധ യുദ്ധം വർണ്ണിക്കുന്നു. 52-ാമത്തെ അധ്യായത്തിൽ ഒരു മുചുകുന്ദനുമായിട്ടുള്ള ഭഗവാന്റെ സമാഗമം, മുചുകുന്ദൻ്റെ സ്തുതി. അത് കഴിഞ്ഞാൽ 52-ാം അധ്യായത്തിലെ അവസാന ഭാഗം ഭഗവാന്റെ വിവാഹത്തിൻ്റെ കഥകൾ ആരംഭിക്കുകയായി. രുക്മിണി സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങളായി രുക്മിണിയുടെ സന്ദേശം, അതാണ് 52-ാം അധ്യായത്തിൽ അവസാന ഭാഗം. പിന്നീട് രുക്മിണി സ്വയംവരം, തുടർന്ന് ഭഗവാന്റെ മറ്റ് വിവാഹങ്ങൾ, ഭഗവാന്റെ ഗാർഹസ്ഥ്യം. അപ്പോൾ ഗാർഹസ്ഥ്യത്തിലേക്ക് കടക്കാൻ പോകുന്ന കഥകളാണ്. ഉത്തരാർദ്ധം നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും സുസ്വാഗതം. വായിക്കാം 50-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധഃ 50-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അസ്തി പ്രാപ്തിശ്ച കംസസ്യ महिष्यौ ഭരതർഷഭ. മൃതേ ഭർത്തരി ദുഃഖാർത്തേ ഈയതുസ്മ പിതൃഗൃഹാൻ. പിത്രേ മഗധരാജായ ജരാസന്ധായ ദുഃഖിതേ. വേദയാ ചക്രദുസ്സർവം ആത്മവൈധവ്യകാരണം. സതത പ്രിയമാകന്യ ശോകാമർഷയുതോ നൃപ. അയാദവീം മഹീം കർത്തും ചക്രേ പരമമുദ്യമം. അക്ഷൗഹിണീഭിർവിംശത്യാ തിസൃഭിശ്ചാഭിസംവൃതഃ. യദുരാജധാനീം മധുരാം ന്യരുണത് സർവതോ ദിശം. നിരീക്ഷ്യ തദ്ബലം കൃഷ്ണഃ ഉദ്വേലമിവ സാഗരം. സ്വപുരം തേന സമൃദ്ധം സ്വജനം ച ഭയാകുലം. ചിന്തയാമാസ ഭഗവാൻ ഹരിഃ കാരണമാനുഷഃ.
തദ്ദേശകാലാനുഗുണം സ്വാവതാരപ്രയോജനം. ഹനിഷ്യാമി ബലം ഹ്യേതദ്ഭുവിഭാരം സമാഹിതം മാഗധേന സമാനീതം പശ്യാനാം സർവഭൂഭുജാം. അക്ഷൗഹിണീഭിഃ സംഖ്യാതം ബടാശ്വരഥകുഞ്ചരൈഃ മാഗധസ്തു ന ഹന്തവ്യോ ഭൂയഃ കർത്താ ബലോദ്യമം. ഏതദർത്ഥോപചാരോയം ഭൂഭാരഹരണായ മേ സംരക്ഷണായ സാധൂനാം കൃതോ അന്യേഷാം വദായ ച. അന്യോപി ധർമ്മരക്ഷായൈ ദേഹഃ സംപ്രിയതേ മയാ വിരാമായാപ്യധർമ്മസ്യ കാലേ പ്രഭവത ക്വചിത്. ഏവം ധ്യായതി ഗോവിന്ദേ ആകാശാത് സൂര്യവർച്ചസൗ രഥൗ ഉപസ്ഥിതൗ സദ്യഃ സസൂതൗ സപരിച്ഛദൗ. ആയുധാനി ച ദിവ്യാനി പുരാണാനി യദൃച്ഛയാ ദൃഷ്ട്വാ താനി ഹൃഷീകേശഃ സംഘർഷണമധാബ്രവീത്. പശ്യാര്യ വ്യസനം പ്രാപ്തം യദൂനാം ത്വാവതാം പ്രഭോ ഏഷ തേ രഥ ആയാതോ ദൈതാന്യായുധാനി ച. യാനമാസ്ഥായ ജഹ്യേതത് വ്യസനാത് സ്വാൻ സമുദ്ധര. ഏതദർത്ഥം ഹി നൗ ജന്മ സാധൂനാം ഈശ ശർമ്മകൃത്. ത്രയോവിംശത്യനീകാഖ്യം ഭൂമേർഭാരമപാകുരു. ഏവം സമ്മന്ത്ര്യദാശാർഹൗ ദംശിതൗ രഥിനൗ പുരാത്. നിർജഗ്മതു സ്വായുധാഢ്യൗ ബലേനാൽപീയസാവൃതൗ. ശംഖം ദദ്മൗ വിനിർഗത്യ ഹരിർദാരുകസാരഥിഃ. തതോ ഭൂത്പരസൈന്യാനാം ഹൃദി വിത്രാസമേ വധുഃ. തൗ ആഹമാഗതോ വീക്ഷ്യ ഹേ കൃഷ്ണ പുരുഷാധമ ന ത്വയാ യോദ്ധുമിച്ഛാമി. ബലേനൈകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദനയോത്സ്യേയാ ഹി ബന്ധുഹൻ. തവ രാമ യദി ശ്രദ്ധാ യുധ്യസ്വധൈര്യമുദ്വഹ. ഹിത്വാ വാമച്ഛരൈച്ഛിന്നം ദേഹം സ്വര്യാഹി മാം ജഹി. ശ്രീഭഗവാനുവാച ന വൈ ശൂരാ വിഗദ്ധന്തെ ദർശയന്ത്യേവ പൗരുഷം ന ഗൃഹീമോ വചോ രാജൻ ആതുരസ്യ മുമൂർഷതഃ. ശ്രീശുക ഉവാച ജരാസുതസ്ഥൗ അഭിസൃത്യ മാധവൗ മഹാബലൗകേന ബലീയസാ വൃണോദ. സസൈന്യയാനധ്വജവാജി സാരഥി സൂര്യാനലൗ വായുരിവാഭ്രരേണുഭിഃ. സുവർണതാലധ്വജ ചിഹ്നിതൗ രഥൗ അലക്ഷയന്ത്യോ ഹരിരാമയോർമൃധേ. സ്ത്രിയ പുരാട്ടാളകഹർമ്യ ഗോപുരം സമാശ്രിതാ സമ്മുമുഹുഃ ശുചാർദിതാഃ. ഹരിഃ പരാനീകപയോമുചാം മുഹുഃ ശിലീമുഖാത്യുൽബണവർഷപീഡിതം. സ്വസൈന്യമാലോക്യ സുരാസുരാർച്ചിതം വ്യസ്ഫൂർജയത്സാർംഗശരാസനോത്തമം. ഗൃഹ്ണന്നിഷങ്കാദത സന്തതച്ഛരാൻ വികൃഷ്യ മുഞ്ചൻ ശിതബാണപൂഗാൻ. നിഘ്നൻ രഥാൻ കുഞ്ചരവാജിപത്തീൻ നിരന്തരം യദ്വദലാദചക്രം. നിർഭിന്നകുംഭാഃ കരിണോ നിപേതുഃ അനേകശോശ്വാഃ ശരവൃക്ണകന്ദരാഃ. രഥാഃ ദാശ്വധ്വജസൂതനായകാഃ പദാദയച്ഛിന്നഭുജോരുകന്ദരാഃ. സംഛിദ്യമാനദ്വിപദേ ഭവാജിനാം അംഗപ്രസൂതാ ശതശോസൃഗാപകാഃ. ഭുജാഹയ പൂരുഷ ശീർഷകച്ഛഭാ ഹതദ്വീപഹയഗ്രഹാകുലാഃ. കരോരുമീനാ നരകേശശൈവലാം ധനുസ്തരംഗായുധഗുൽമസങ്കുലാഃ. അച്ഛൂരികാവർത്തഭയാനകാ മഹാമണിപ്രവേകാഭരണാശ്മശർക്കരാഃ. പ്രവർത്തിതാ ഭീരുഭയാവഹാ മൃധേ മനസ്വിനാം ഹർഷരതിം ഹർഷകരീ പരസ്പരം. വിനിഘ്നധാരീൻ മുസലേന ദുർമദാൻ സംഘർഷണേന പരിമേയ തേജസാ.
ബലം തദംഗാർണവദുർഗഭൈരവം ദുരന്തപാരം മഗധേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോः വിക്രീഡിതം തജ്ജഗദീശയോः പരം സ്ഥിത്യുൽഭവാന്തം ഭുവനത്രയസ്യ യഃ സമീഹതേ നന്ദഗുണസ്വലീലയാ ന തസ്യ ചിത്രം പരപക്ഷനിഗ്രഹഃ തദാപി മർത്യാനുവിദസ്യ വർണ്യത്തെ ജഗ്രാഹവിരതം രാമോ ജരാസന്ധം മഹാബലം ഹതാനീകാവശിഷ്ടാസും സിംഹമിവൗജസാ ബധ്യമാനം ഹതാരാതിം പാശൈർവാരുണമാനുഷൈഃ വാരയാമാസ ഗോവിന്ദഃ തേന കാര്യചികീർഷയാ സമുക്തോ ലോകനാഥാഭ്യാം പ്രീഡിതോ വീരസമ്മതഃ തപസേ കൃതസങ്കൽപ്പോ വാരിധപതിരാജഭിഃ വാക്യൈ പവിത്രാർത്ഥപദൈഃ നയനൈഃ പ്രാകൃതൈരപി സ്വകർമ്മബന്ധപ്രാപ്തോऽയം യദുഭിസ്തേ പരാഭവഃ ഹതേഷു സർവാനീകേഷു നൃപോ ബാർഹദ്രതസ്തദാ ഉപേക്ഷിതോ ഭഗവതാ മഗധാൻ ദുർമനായയൗ മുകുന്ദോപ്യക്ഷതബലോ വിസ്തീർണാരിബലാർണവഃ വിഗീര്യമാണകുസുമൈഃ ത്രിദശൈരനുമോദിതഃ മാതുരൈരുപസംഗമ്യ വിജ്വരൈർമുദിതാത്മഭിഃ ഉപഗീയമാന വിജയഃ സൂതമാഗതവന്ദിഭിഃ ശംഖദുന്ദുഭയോ നേതുഃ ഭേരീതൂര്യാണ്യനേകശഃ വീണാവേണുമൃദംഗാനി പുരം പ്രവിശതി പ്രഭൗ സിക്തമാർഗാം ഹൃഷ്ടജനാം പതാകാഭിരലങ്കൃതാം നിർഗുഷ്ടാം ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധതോരണാം നിചീയമാനോ നാരീഭിഃ മാല്യദധ്യക്ഷതാങ്കുരൈഃ നിരീക്ഷ്യമാണഃ സസ്നേഹം പ്രീത്യുത്കലിതലോചനൈഃ ആയോധനഗദം വിത്തം അനന്തം വീരഭൂഷണം യദുരാജായ തത്സർവം ആഹൃതം പ്രാദിശത് പ്രഭുഃ ഏവം സപ്തദശ കൃത്വ താവത്യക്ഷൗഹിണീബലഃ യുയുധേമാഗതോ രാജാ യദുഭിഃ കൃഷ്ണപാലിതൈഃ അക്ഷിണ്വം തദ്ബലം സർവം വൃഷ്ണയ കൃഷ്ണതേജസാ ഹതേഷു സ്വേഷ്വനീകേഷു त्यक्तो यात् अरिभिर्नृपः अष्टादशमसङ्ग्रामे आगामिनि तदन्तरा नारद प्रेषितो वीरो यवनः प्रत्यदृश्यत रुरोध मधुरामेत्य तिसृभिर्म्लेच्छकोटिभिः नृलोके चाप्रतिद्वन्द्वो वृष्णीन् श्रुत्वा आत्मसंहितान् तं दृष्ट्वा चिन्तयत् कृष्णः संकर्षण सहायवान् अहो यदूनां वृजिनं प्राप्तं हृभयदो महत् यवनोऽयं निरुन्देस्मानद्य तावन्महाबलः मागधोऽप्यद्य वा श्वो वा परश्वो वा गमिष्यति आवयोर्युध्यतोरस्य यद्यागन्धा जरासुतः बन्धून् वदिष्यत्यथवा नेष्यते स्वपुरं बली तस्मादद्य विधास्यामो दुर्गं दिवदुर्गमं तत्र ज्ञातीन् समाधाय यवनं घातयामहे इति सम्मन्त्र्य भगवान् दुर्गं 12 योजनम् अन्धः समुद्रे नगरं कृत्स्नाद्भुतम् अचीकरत् दृश्यते यत्र हि त्वाष्ट्रं विज्ञानं शिल्पनैपुणं रत्या चत्वरवीदिभिः यदा वास्तु विनिर्मितं सुरद्रुमलतोद्यान विचित्रोपवनान्वितं हेमशृङ्गैर्दिविस्पृग्भिः स्फाटिकाटालगोपुरैः राजतारकुटैः कोष्ठैः हेमकुम्भैरलङ्कृतैः रत्नकूटैर्गृहैर्हैमैः महामरकतस्थलैः वास्तोष्पदीनां च गृहैः वळभिभिश्च निर्मितं चादुर्वर्ण्यजनाकीर्णं यदुदेव गृहोल्लसत् सुधर्मा पारिजातं च महेन्द्रः प्राहिणो धरेः यत्र चावस्थितो मर्त्यो मर्त्यधर्मैर्न युज्यते
ശ്യാമൈകകർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതികോശാൻ ലോകപാലോ നിജോദയാൻ യദ്യത് ഭഗവതാ ദത്തം ആധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസു ഹരൗ ഭൂമിഗതേ നൃപ തത്ര യോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരിഃ പ്രജാപാലേന രാമേണ കൃഷ്ണഃ സമനുമന്ത്രിതഃ നിർജഗാമപുരദ്വാരാത് പദ്മമാലീ നിരായുധഃ. ഹരി ഓം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദുർഗനിവേശനം നാമ പഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. അപ്പോൾ ഭാഗവതം പൂർവാർദ്ധം നമ്മൾ ഭഗവാന്റെ വൃന്ദാവനത്തിലെ 11.5 വർഷത്തെ ബാലലീലകൾ, അതിനുശേഷം അക്രൂരൻ കംസന്റെ ദൂതനായി വന്ന് ഭഗവാനെ മധുരാപുരിയിലേക്ക് കൊണ്ടുവന്നതും, മധുരാപുരിയിൽ വെച്ച് ഭഗവാൻ കംസനടക്കമുള്ള കംസന്റെ ആളുകളെയെല്ലാം വധിക്കുന്നതും, പിന്നീട് ഉഗ്രസേന രാജാവിനെ രാജാവാക്കി വാഴിച്ചതും, സ്വയം ഉപനയനാദി സംസ്കാരങ്ങൾക്ക് വിധേയനായി ഗുരുകുലത്തിൽ ചെന്ന് വസിച്ച് മരിച്ചുപോയ മകനെ ഗുരുവിന് ദക്ഷിണയായി കൊടുത്ത് തിരിച്ചു വന്നതും, അതിനുശേഷം പിന്നീട് ഉദ്ധവനോടുകൂടി ഭഗവാൻ ഉദ്ധവനെ തന്നെ ഗോപികമാരുടെ ആശ്വസിപ്പിക്കാനായിക്കൊണ്ട്, നന്ദഗോപരെയും യശോദയെയും ആശ്വസിപ്പിക്കാനായിക്കൊണ്ട് ഗോകുലത്തിലേക്ക് ദൂതനായി അയച്ചതും, പിന്നീട് ഉദ്ധവനുമായി ഭഗവാൻ ആ സൈരന്ധ്രിയുടെ ഗൃഹത്തിൽ ചെന്ന് അവളെ അനുഗ്രഹിച്ചു. അക്രൂരന്റെ ഗൃഹത്തിൽ ചെന്ന് അക്രൂരനെ അനുഗ്രഹിച്ചു. അക്രൂരനെ ഹസ്തിനപുരത്തിലേക്ക് ദൂതനായിട്ട് അയച്ചു. അനേക ദിവസങ്ങൾ അക്രൂരൻ ഹസ്തിനപുരത്തിൽ താമസിച്ച് പാണ്ഡവന്മാർ അനുഭവിക്കുന്നതായിട്ടുള്ള ക്ലേശങ്ങളും അപമാനങ്ങളും എല്ലാം നേരിൽ കണ്ട് വിതുരനിൽ നിന്നും കുന്തിദേവിയിൽ നിന്നും വേണ്ട വിവരങ്ങളെല്ലാം അറിഞ്ഞ് ധൃതരാഷ്ട്രരെ ധർമ്മോപദേശം ചെയ്ത് ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് തിരിച്ച് ഭഗവാനോട് വന്ന് സംഗതികളെല്ലാം പറഞ്ഞതും അതുവരയ്ക്കായിരുന്നു പൂർവാർദ്ധത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ആരംഭിക്കുന്നത് ഉത്തരാർദ്ധം, ആദ്യത്തെ അധ്യായത്തിൽ ജരാസന്ധനുമായിട്ടുള്ള ഭഗവാന്റെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധമാണ്. അതിൽ ഭഗവാൻ സാക്ഷിയായി നിന്നുകൊണ്ട് ജ്യേഷ്ഠനെ കൊണ്ടാണ് ജരാസന്ധനോട് യുദ്ധം ചെയ്യിക്കുന്നത്. ബലരാമസ്വാമിയാണ് പ്രധാനമായിട്ടും ഇവിടെ യുദ്ധം ചെയ്യുന്നത്. ഒരു ചെറിയ നാരായണ സേന അല്ലെങ്കിൽ യാദവ സേന. ഇവൻ ജരാസന്ധൻ 23 അക്ഷൗഹിണി സൈന്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ അക്ഷൗഹിണി സൈന്യത്തെ മുഴുവൻ ബലരാമസ്വാമിയുടെ നേതൃത്വത്തിൽ വധിച്ച് ജരാസന്ധനെ ബന്ധനസ്ഥനാക്കുന്നതും, ബലരാമസ്വാമി ജരാസന്ധനെ വധിക്കാൻ പുറപ്പെടുമ്പോൾ കൃഷ്ണൻ തടയുകയും, കാരണം കൃഷ്ണന് നേരത്തെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവനെ വിട്ടുകഴിഞ്ഞാൽ ഇവൻ വീണ്ടും വീണ്ടും സൈന്യവുമായിട്ട് വരും, അപ്പോൾ ഭൂമിയുടെ ഭാരം ആയിരിക്കുന്ന ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കാനുള്ള എളുപ്പ വഴിയാണെന്ന് ഭഗവാൻ ചിന്തിച്ചുകൊണ്ട് ബലരാമസ്വാമിയെ ജരാസന്ധ വധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും
മാത്രമല്ല ജരാസന്ധൻ ഇവരുടെ കൈകൊണ്ട് വധിക്കപ്പെടേണ്ടവനല്ല, ഭീമസേനന്റെ കൈകൊണ്ട് വധിക്കപ്പെടുകയാണ് വേണ്ടത്. അത് രാജസൂയ യാഗ സംബന്ധിയായിട്ട് ദിഗ്വിജയ സമയത്ത് ഭീമസേനനെ കൊണ്ട് ചെയ്യിക്കാനിരിക്കുകയാണ്. കാരണം ആ ക്രെഡിറ്റ് പാണ്ഡവന്മാർക്ക് കിട്ടണം. ജരാസന്ധ വധത്തിന്റെ ക്രെഡിറ്റ് പാണ്ഡവന്മാർക്ക് കിട്ടണം. കാരണം അവരാണ് ഇനി രാജ്യം ഭരിക്കാൻ പോകുന്ന ഉത്തമന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാർ. അപ്പോൾ ജരാസന്ധനെ വധിച്ചു കഴിഞ്ഞാൽ ബാക്കി രാജാക്കന്മാരെല്ലാം എല്ലാ കാലത്തും പാണ്ഡവന്മാർക്ക് വിധേയരായിരിക്കും. അതാണ് ഭഗവാന്റെ കണക്കുകൂട്ടൽ. അല്ലാതെ ഭഗവാന് യാതൊരു തരത്തിലുള്ള അധികാരക്കൊതിയും ഒന്നുമില്ല. പാണ്ഡവ വംശത്തിലൂടെ ധർമ്മ സംസ്ഥാപനം, അതാണ് ഭഗവാന്റെ ഒരു ഗൂഢമായിട്ടുള്ള ലക്ഷ്യം. ഗൂഢമല്ല, പ്രകടം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നീങ്ങാം. കംസന്റെ 2 ഭാര്യമാർ ജരാസന്ധന്റെ പെൺമക്കൾ. അവരാണ് അച്ഛനോട് ചെന്ന് കംസവധത്തിന് ശേഷം ആവലാതി പറയുന്നതും അതനുസരിച്ച് വികാരക്ഷോഭിതനായ ക്രുദ്ധനായ ജരാസന്ധൻ തന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നതുമാണ് ആരംഭത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. വായിച്ച് പറഞ്ഞുകൊണ്ട് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ഉത്തരാർദ്ധേ പഞ്ചാശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അസ്തി പ്രാപ്തിശ്ച കംസസ്യ महिष्यौ भरदर्षभ मृते भर्तरि दुःखार्ते ईयदुस्म पितुर्गृहान्. श्रीशुक उवाच. अस्ति प्राप्तिश्च कंसस्य महिष्यौ भरदर्षभ मृते भर्तरि दुःखार्ते ईयदुस्म पितुर्गृहान्. 50-ാം അധ്യായം ആരംഭിക്കുന്നു. ശ്രീശുക ബ്രഹ്മർഷി. അസ്തിഹി പ്രാപ്തിഹി ച കംസസ്യ മഹിഷ്യൗ. ഹേ ഭരതർഷഭ. ഭരതർഷഭ എന്നുള്ളത് പരീക്ഷിത്ത് രാജാവിനെ സംബോധന ചെയ്യണം. അല്ലയോ ഭരതവംശത്തിലെ ശ്രേഷ്ഠനായ പരീക്ഷിത്തെ, അങ്ങ് കേൾക്കൂ. കംസസ്യ മഹിഷ്യൗ ദ്വൗ. കംസന് 2 ഭാര്യമാർ. ആരൊക്കെയാണ്? അസ്തിഹി പ്രാപ്തിഹി. അസ്ഥിയും പ്രാപ്തിയും 2 പേരുകളാണ് കംസന്റെ ഭാര്യമാരുടെ പേര്. ഇവരാരാണ്? ജരാസന്ധന്റെ മക്കളാണെന്ന് ഇവിടെ അടുത്ത വരിയിൽ സൂചിപ്പിക്കുന്നു. മൃതേ ഭർത്തരി ദുഃഖാർത്തെ ഈയദുസ്മ പിതൃഗൃഹാൻ. പിത്രേ മഗധരാജായ. അവിടെയാണ് മഗധരാജൻ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ജരാസന്ധൻ എന്ന് തിരിച്ചറിയാൻ പോകുന്നുള്ളൂ. അപ്പൊ എന്തായാലും മൃതേ ഭർത്തരി. ഭർത്തരി മൃതേ സതി. ഭർത്താവ് മരിച്ചതായിട്ടുള്ള സന്ദർഭത്തിങ്കൽ ദുഃഖാർത്തേ. 2 പേരും ദുഃഖാർത്ഥകളായിട്ട്. ഏകവചനം ദുഃഖാർത്ത. 2 പേരായതുകൊണ്ട് ദുഃഖാർത്ഥേ. തേ ദ്വൗ ദുഃഖാർത്ഥേ. അവർ 2 പേരും ദുഃഖാർത്ഥകളായി. ദ്വൗന്നല്ല, ദ്വേ എന്ന് പറയണം. തേ ദ്വേ ദുഃഖാർത്ഥേ. അവർ 2 പേരും ദുഃഖാർത്ഥകളായിട്ട് പിതൃഗൃഹാനീയദുസ്മ. പിതുഹു ഗൃഹാൻ, പിതാവിന്റെ ഗൃഹങ്ങളെ എന്ന് വെച്ചാൽ അച്ഛനമ്മമാരുടെ ഗൃഹത്തിലേക്ക്, ജരാസന്ധ ഗൃഹത്തിലേക്ക് അഥവാ മഗധ രാജ്യത്തിലേക്ക് ഈയദുസ്മ. ഈയതു എന്നുള്ളത് ദ്വിവചനമാണ്. അതാണ് ദുഃഖാർത്ഥേ ഈയതു. ദുഃഖാർത്ഥരായിക്കൊണ്ട് പ്രാപിച്ചു. ഈയതു എന്നുള്ളത് ഇണ് എന്നുള്ളതായിട്ടുള്ള ധാതുവിന്റെ രൂപാന്തരം. ഇണ് ഗതൗ എന്നാണ്. ഈയത ഈയതു ഈയുഹു അല്ല, ഈയായ ഈയതു ഈയുഹു. ഏകവചനം ഈയായ. ഒരാൾ പോയി പ്രാപിച്ചു പറയാം. ഈയായ. 2 പേരാകുമ്പോൾ ഈയതുഹു. 2 പേർ പ്രാപിച്ചു. എവിടേക്കാ പ്രാപിച്ച? പിതു ഗൃഹാൻ. എങ്ങനെ? ദുഃഖാർത്ഥരായിക്കൊണ്ട്. അപ്പൊ കരഞ്ഞുകൊണ്ട് അച്ഛന്റെ ഗൃഹത്തിലേക്ക് ചെന്നു. കാരണം ഇവിടെ ഇനിയിപ്പോ നിൽക്കക്കള്ളിയില്ല. മധുരാപുരിയില് ഉഗ്രസേനൻ രാജാവായി, അതുപോലെ
ഭഗവാനാൽ അനുഗ്രഹീതരായിട്ടുള്ള ആളുകളൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിച്ചു പണ്ടത്തെ പോലെ തന്നെ. അപ്പൊ ഇവര് രാജ്ഞികളായിട്ട് വിലസിയിരുന്നവരാണ്, തോന്നിയവാസികളായിട്ട്, അസ്ഥിയും പ്രാപ്തിയും അനിഷേധ്യരായിട്ട്. ഇപ്പൊ അവര് അവിടുത്തെ വെറും അഭയാർത്ഥികളെ പോലെയായി മാറി. അത് അവർക്ക് സഹിക്കില്ലല്ലോ അല്ലെ? രാജ്ഞികളായിരുന്നവർ ഒന്നുമല്ലാതാവുമ്പോൾ തകർന്നുപോയി. ഭർത്താവിന്റെ മരണവും അനാഥത്വവും എല്ലാം കൂടിയിട്ട് അവര് മര്യാദക്കാരായിട്ട് അവിടെ ഇരുന്നാൽ കൃഷ്ണൻ നോക്കി രക്ഷിച്ചോളും. അമ്മാവന്റെ ഭാര്യമാരാണ് അല്ലേ, 2 അമ്മായിമാരാണ്, മര്യാദക്കാരാണ്. മനുഷ്യരെ പോലെ നല്ല രീതിയിൽ അമ്മമാരെ പോലെ സംരക്ഷിക്കാൻ കൃഷ്ണൻ ഒട്ടും അമാന്തമൊന്നും കാണിക്കില്ല. പക്ഷെ അവരുടെ സ്വഭാവം അവരെ അവിടെ നിർത്തില്ല. അവര് അഹങ്കാരികളായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ അവരെന്തായി? കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് അച്ഛനെ സമീപിച്ചു. പിതൃഗൃഹാൻ ഈയതുസ്മ, പ്രാപിച്ചു ഉത്രേ എന്നാണ് അസ്മ എന്ന് സൂചിപ്പിക്കുന്നത്. എന്നിട്ടോ പിത്രേ മഗധരാജായ ജരാസന്ധായ ദുഃഖിതേ വേദയാഞ്ചക്രതുസർവം ആത്മവൈധവ്യകാരണം. പിത്രേ മഗധരാജായ ജരാസന്ധായ ദുഃഖിതേ വേദയാഞ്ചക്രതുസർവം ആത്മവൈധവ്യകാരണം. അപ്പോ മഗധരാജായ ജരാസന്ധായ പിത്രേ, മഗധരാജാവായിരിക്കുന്ന ജരാസന്ധനാകുന്ന പിതാവിനോടായിക്കൊണ്ട് ദുഃഖിതേ വേദയാഞ്ചക്രതുഹു, ആ ദുഃഖിതരായിക്കൊണ്ട് ആർത്തരായിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് വേദയാഞ്ചക്രതുഹു, രണ്ടുപേരും നിവേദനം ചെയ്തു, അറിയിപ്പിച്ചു എന്നർത്ഥം. അച്ഛനെ അറിയിപ്പിച്ചു. വേദയാഞ്ചക്രിരേ വേദയാഞ്ചക്രതുഹു വേദയാഞ്ചക്രുഹു. അപ്പൊ ദിവചനം വേദയാഞ്ചക്രതുഹു, രണ്ടുപേരും അറിയിപ്പിച്ചു. അപ്പൊ അവലാദികളൊക്കെ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നർത്ഥം. എന്താണ്? സർവം ആത്മവൈധവ്യ കാരണം, ഇവരുടെ വൈധവ്യ കാരണം സർവം. എങ്ങനെയാണ്? കൃഷ്ണനും ബലരാമനും ഒക്കെ വന്ന് എന്താ പറയാ, മധുരാപുരിയെ തലകിഴായി മറിച്ച് കംസന്റെ ഭൃത്യന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ വധിച്ച്, മല്ലന്മാരെയൊക്കെ വധിച്ച്, മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ച്, കംസനെ തന്നെ വധിച്ച്, കംസന്റെ കൂടെ ഉണ്ടായിരുന്ന കംസന്റെ സഹായികളായിരുന്ന ആളുകളെയും എല്ലാം വധിക്കുകയും ഓടിക്കുകയും ചെയ്ത് രാമകൃഷ്ണന്മാർ അവരുടെ ആധിപത്യം സ്ഥാപിച്ചോടെ ഉഗ്രസേനനെ തന്നെ വീണ്ടും രാജാവാക്കി വാഴിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അവരുടെ അവലാദികള് അവര് ആർത്ത് കരഞ്ഞുകൊണ്ട് അച്ഛനായ ജരാസന്ധനോട് അറിയിച്ചു. അപ്പൊ ഈ ജരാസന്ധൻ ആള് ഗംഭീരനാണ്. 10,000 ആനയുടെ ശക്തിയുള്ള ഗംഭീരനായിട്ടുള്ള അദ്ദേഹം എന്താ പറയുക, ലോകം മുഴുവൻ ഉള്ള രാജാക്കന്മാരെ ജയിച്ച് അവരെയൊക്കെ രാജാക്കന്മാരെയൊക്കെ തന്റെ കാരാഗൃഹത്തിൽ ബന്ധിച്ചിരിക്കുന്ന ആളാണ്. 20,800 രാജാക്കന്മാര് ജരാസന്ധന്റെ കാരാഗൃഹത്തിൽ കിടക്കുന്നുണ്ട് എന്നാ. അപ്പൊ ആള് മോശക്കാരനാണോ? അപ്പോ ആ ജരാസന്ധനെ ആര് ജയിക്കുന്നുവോ അവര് ലോകം ജയിച്ചതിന് തുല്യമാണ്. അത്രയും ശക്തനാണ് ഈ ജരാസന്ധൻ. അപ്പോ അദ്ദേഹം മഗധം എന്ന് പറഞ്ഞ ദേശത്തിന്റെ രാജാവാണ്. ഇന്നത്തെ നമ്മുടെ എന്താ പറയുക, ബീഹാർ, ഒറീസ ആ ഏരിയയാണ് മഗധ ദേശം. അപ്പോൾ ഈ കംസവധം നടക്കുന്നത് എവിടെയാണ്? മധുരാപുരിയിൽ അല്ലേ, UP-യുടെ പടിഞ്ഞാറേ അറ്റത്ത്. അപ്പോൾ ഇത് മഗധയിലേക്ക് ന്യൂസ് എത്താനുള്ള വഴികൾ അന്നത്തെ കാലത്ത് ചുരുക്കമുള്ള ചാരന്മാർ വേണം ചെന്ന് പറയാം. അല്ലാതെ ഇന്നത്തെ പോലെ വാർത്താമാധ്യമങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ, മറ്റ് മീഡിയകളൊന്നും ഇല്ലല്ലോ. അപ്പം തന്നെ വാട്സപ്പ് ചെയ്യാനോ ഫോട്ടോ എടുത്ത് അയക്കാനോ വീഡിയോ എടുത്ത് അയക്കാനോ ഉള്ള വഴിയൊന്നുമില്ല. അതുകൊണ്ട് അറിഞ്ഞിരുന്നില്ല. ജരാസന്ധൻ അറിയാൻ വൈകിയിട്ടുണ്ട് ഈ കംസന്റെ വധം. അപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ അസ്ഥിയും പ്രാപ്തിയും മധുരാപുരി വിട്ട് അവരുടേതായിട്ടുള്ള ആളുകളെയും കൂട്ടി മഗധ രാജ്യത്തേക്ക് ചെന്നിരിക്കുന്നത്. എന്തായാലും അങ്ങനെ പെട്ടെന്ന് ഓടിച്ചെല്ലാൻ പറ്റുന്ന ദൂരമൊന്നുമല്ല, നല്ല ദൂരം യാത്ര ചെയ്യേണ്ട. ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറുനിന്ന്
അപ്പുറത്തേക്ക് ചെല്ലണം മഗധരാജ്യം. അപ്പം എന്തായാലും ചിലപ്പോൾ കൃഷ്ണ ഭഗവാനോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉഗ്രസേന രാജാവിനോട് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളൊന്ന് വീട് വരെ ഒന്ന് പോയിട്ട് വരാം, അച്ഛനെ ഒന്ന് കണ്ട് കുറച്ച് ദിവസം അവിടെ താമസിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ പെട്ടിയും പടുക്കയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ട സൗകര്യമൊക്കെ അവിടുന്ന് തന്നെ രഥങ്ങളും ആളുകളെയും ബോഡി ഗാർഡ്സിനെയും ഒക്കെ ആയിട്ട് അയച്ചതായിരിക്കും. അവർ ചെന്ന് എത്തിയുമ്പോൾ അവരുടെ സ്വഭാവം മാറൂല്ലോ. ഇവിടുന്ന് പോകും പോലെയല്ല, അവിടെ അച്ഛൻ്റെ മുമ്പിൽ എത്തുമ്പോൾ കരഞ്ഞ് കംസൻ ചെയ്ത തെറ്റുകളൊന്നും അവർ പറയില്ല. ഏകപക്ഷീയമായി രാമകൃഷ്ണന്മാർ വന്ന് ആക്രമിക്കുകയായിരുന്നു. വിളിച്ചിട്ട് പോലും ഇല്ല അവരെയൊന്നും. ഞങ്ങൾ ഉത്സവം നടത്തുകയായിരുന്നു, അതിക്രമിച്ച് കയറി വന്നവരാണ് എന്ന് വരുത്തി തീർക്കും. അല്ലേ? അതാണല്ലോ രാഷ്ട്രീയം. അപ്പോഴേ ജരാസന്ധന് കോപം കൂടുതലുണ്ടാവുള്ളൂ. മാത്രമല്ല, ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അദ്ദേഹം ചോദിക്കേണ്ടതാണ് എന്തൊക്കെ യഥാർത്ഥത്തിൽ നടന്നത്. പക്ഷെ ജരാസന്ധന്റെ സ്വഭാവം കൊണ്ട് അദ്ദേഹം ഇതൊന്നും ചോദിക്കുന്നില്ല. മക്കളോടുള്ള അമിത വാത്സല്യം കൊണ്ട് പെട്ടെന്ന് ചൂടാവുകയാണ്. ആ ചൂടായിട്ട് അദ്ദേഹം യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അപ്പോൾ തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം, തങ്ങളുടെ വൈധവ്യ കാരണമെല്ലാം ആ മഗധ രാജാവിനോടായിക്കൊണ്ട് അറിയിച്ചു. അപ്പം അന്ന് കാലത്ത് ഏറ്റവും ശക്തനായിരുന്ന രാജാവാണ് മഗധ രാജാവായിട്ടുള്ള ജരാസന്ധൻ. അതേപോലെ ശാരീരികമായിട്ട് കരുത്തുള്ളത് ബലരാമസ്വാമി, പാണ്ഡവന്മാരിൽ ഭീമസേനൻ, ധൃതരാഷ്ട്രർ, ഇവരൊക്കെ 10,000 ആനയുടെ കരുത്തുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ളവരൊക്കെ അതിന് താഴെയുള്ളൂ. അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ അറിയുക. അപ്പം അങ്ങനെയുള്ള ജരാസന്ധൻ എന്ത് ചെയ്തു എന്ന് നോക്കാം. സതതപ്രിയമാകർണ്യ ശോകാമർഷയുതോ നൃപ അയാദവീം മഹീം കർത്തും ചക്രേ പരമം ഉദ്യമം. സതതപ്രിയമാകർണ്യ ശോകാമർഷയുതോ നൃപ അയാദവീം മഹീം കർത്തും ചക്രേ പരമമുദ്യമം. സഹ തദപ്രിയം ആകർണ്യ ശോക അമർഷയുതോ. ഹേ നൃപ, അല്ലയോ പരീക്ഷിത്ത് രാജാവേ, ആ അച്ഛൻ ജരാസന്ധൻ മക്കൾക്കുണ്ടായിട്ടുള്ള ഈ വൈധവ്യത്തെക്കുറിച്ചിട്ടുള്ള അപ്രിയം, അത് സഹിക്കാൻ പറ്റാത്തതാണല്ലോ. ഏതൊരച്ഛനും സ്വന്തം മക്കൾ വിധവകളാകുന്നത് സഹിക്കില്ല. അങ്ങനെയുള്ള അപ്രിയം ആകർണ്യ കേട്ടിട്ട് ശോക അമർഷയുത, ശോകവും അമർഷവും ചേർന്നവനായി. അപ്പം മക്കൾക്കുണ്ടായിട്ടുള്ള ഈ ദുഃഖത്തെക്കുറിച്ച് ശോകം. മക്കളുടെ ഭർത്താവ് വളരെ ശക്തനായിരുന്നു. ഇതുപോലെ 10,000 ആനയുടെ ശക്തിയുള്ള ആളാണ് കംസൻ. ആ കംസന വധിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും ആരാലും വധിക്കപ്പെടില്ല, അജയ്യനായിരിക്കുന്നു വിചാരിച്ച ആളാണ് ഇപ്പൊ മരിച്ചിരിക്കുന്നത്. അപ്പൊ തന്റെ മക്കൾ വിധവകളായിരിക്കുന്നു എന്നുള്ള ശോകം. ഇവർ ചെയ്ത ഈ രാമകൃഷ്ണന്മാരോടുള്ള ദേഷ്യം, അതാണ് അമർഷം. അത് രണ്ടും കൂടിയവനായിട്ട് ശോകം അമർഷമായി മാറി. അങ്ങനെയുള്ള ആ ജരാസന്ധൻ എന്തു ചെയ്തു? അയാദവീ മഹീം കർത്തും, മഹീം അയാദവീം കർത്തും പരമം ഉദ്യമം ചക്രേ. മഹിയെ, ഭൂമിയെ അയാദവീം കർത്തും അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഭൂമിയിൽ യാദവന്മാരില്ലാതെയാക്കും, ഭൂമിയിലെ യാദവന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യും, ഈ ഭൂമി യാദവന്മാരില്ലാത്തതായി തീരും എന്ന് നിശ്ചയിച്ചുകൊണ്ട് പരമം ഉദ്യമം ചക്രേ, പരമമായ പരിശ്രമത്തെ ചെയ്തു എന്നർത്ഥം. വലിയ ഉദ്യമമാണ് അദ്ദേഹം ചെയ്തത്. എന്താ ഉദ്യമം ചെയ്തത്? അദ്ദേഹം എല്ലാ രാജാക്കന്മാർക്കും സന്ദേശമയച്ചു. തന്റെ സുഹൃത്തുക്കളോ തന്നെ ഭയപ്പെടുന്നവരോ ആണ് മിക്കവാറും എല്ലാ രാജാക്കന്മാരും. ഈ ഭയമുള്ളവർ തന്നെയാണ് സൗഹൃദം സ്ഥാപിക്കുക. എന്തിന്? ആക്രമിക്കാതിരിക്കാൻ, അല്ലേ? അല്പം ഭയം ഉണ്ടെങ്കിൽ ശത്രുവിനോട് മയത്തിലിരിക്കുക, ശത്രുവിനോട് മിത്രതയിലിരിക്കുക. അയാൾ ശക്തനാണ്, അപ്പൊ ശക്തനായിട്ടുള്ള ഒരാളെ ബന്ധുവാക്കി തീർക്കുക, അതാണ് ലോക സ്വഭാവം. അപ്പോ എന്ത് ചെയ്യണം? അയാൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്കും കൂട്ടു നിൽക്കേണ്ടിയും വരും.
അയാളെ ഭയമുണ്ടേ. അയാൾ വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റ് 20,800 രാജാക്കന്മാർ കാരാഗ്രഹത്തിൽ കിടക്കുന്ന കൂട്ടത്തില് ഈ കൂട്ടുകാരും കിടക്കേണ്ടതായിരുന്നു. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരല്ലായിരുന്നുവെങ്കിൽ, ഇദ്ദേഹത്തെ അനുസരിക്കുന്ന ആളുകളല്ലായിരുന്നുവെങ്കിൽ ഇവരെയും കൂടി അദ്ദേഹം കാരാഗ്രഹത്തിലാക്കിയേനെ. ഇതാണല്ലോ ലോകത്തിൽ നടക്കുന്ന ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, അഥവാ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന പൊളിറ്റിക്സും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. ആരാണോ ശക്തൻ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക. അപ്പൊ തങ്ങൾക്കും ചില അധികാര സ്ഥാനങ്ങളൊക്കെ കിട്ടും, തങ്ങൾക്കും കുറച്ച് അഴിമതിയൊക്കെ കാണിക്കാം, അല്ലേ? ഇങ്ങനെയാണ് ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ജരാസന്ധനെ ഭയന്ന് ജരാസന്ധന്റെ സുഹൃത്തുക്കളായി തീർന്നവരാണ് ഒരുപാട് രാജാക്കന്മാരുണ്ട്. അപ്പോ അവരെയൊക്കെ ഇദ്ദേഹം അറിയിച്ചു. അങ്ങനെ ഉദ്യമം ചെയ്യുകയാണ്. എന്തിന്? അക്ഷൗഹിണികളെ കൂട്ടാൻ. വലിയൊരു സൈന്യവുമായിട്ടാണ് മധുരാപുരിയെ ആക്രമിക്കുന്നത്. രാമകൃഷ്ണന്മാർ ശക്തന്മാരാണെന്ന് മനസ്സിലായി. കാരണം കംസനെ പോലെ 10,000 ആനയുടെ ബലമുള്ള ഒരാളെയും അതുപോലെ മല്ലന്മാരെയൊക്കെ അവർ നേരിട്ട് ദ്വന്ദ്വയുദ്ധത്തിൽ തന്നെ കൊന്നവരാ. അപ്പൊ അതിൽ ഒരാൾ വിചാരിച്ചാൽ തന്നെ എല്ലാവരെയും കൊല്ലാൻ സാധിക്കും. അപ്പൊ രണ്ടാളും കൂടി ചേർന്ന് കഴിഞ്ഞാലോ? അതുകൊണ്ട് തന്നെ നമ്മൾ കരുതി കൂട്ടി തന്നെ പോണം. അല്ലാതെ എന്തെങ്കിലും എടുത്തു ചാടിയാൽ അബദ്ധമാവെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പരമം ഉദ്യമം കർത്തും ചക്രേ, അല്ലെങ്കിൽ ചക്രേ. അപ്പോ എന്തു ചെയ്തില്ല? ഈ കംസൻ എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ടാണ് സ്വയം തന്റെ മരണം വരുത്തി വെച്ചത് എന്ന് ചിന്തിച്ചില്ല. രാമകൃഷ്ണന്മാർ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ, അപരാധം ചെയ്തിട്ടുണ്ടോ, മധുരാപുരവാസികള് നിരപരാധികള് അവരിതിലെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും ചിന്തിക്കാതെ ഏകപക്ഷീയമായിട്ട് തങ്ങളുടെ മക്കള് വിധവകളായി. അത് മധുരാപുരവാസികളെല്ലാം അതിൽ പങ്കാളികളാണെന്നുള്ള മട്ടില് ഉഗ്രസേന രാജാവിനെയും വസുദേവരെയും അല്ലെങ്കിൽ രാമകൃഷ്ണന്മാരും എല്ലാവരെയും ഉൾപ്പെടുവിച്ചുകൊണ്ട് അവരെയൊക്കെ നശിപ്പിക്കാനായിക്കൊണ്ട് തീരുമാനിക്കുകയാണ്. യാദവന്മാരെ തന്നെ ഉന്മൂലനം ചെയ്യുന്നതാണല്ലോ പ്രതിജ്ഞ. അപ്പോ ആ രീതിയിൽ അദ്ദേഹം പരമം ഉദ്യമം ചക്രേ. അക്ഷൗഹിണീഭിർവിംശത്യാ തിസൃഭിശ്ചാപി സംവൃതഃ യദുരാജധാനീം മധുരാം നിരുണത് സർവതോ ദിശം. അക്ഷൗഹിണീഭിർവിംശത്യാ തിസൃഭിശ്ചാപി സംവൃതഃ യദുരാജധാനീം മധുരാം നിരുണത് സർവതോ ദിശം. അക്ഷൗഹിണീഭിഃ വിംശത്യാ തിസൃഭിശ്ചാപി സംവൃതഃ. 20 വിംശത്യാ അക്ഷൗഹിണീഭി 20 അക്ഷൗഹിണികൾ പ്ലസ് തിസൃബി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. തിസൃബി എന്ന് പറഞ്ഞാൽ 3. അപ്പൊ അക്ഷൗഹിണി എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ട് വിംശത്യാ എന്നും തിസൃബിഹി എന്നും എല്ലാം സ്ത്രീലിംഗ പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നു. അപ്പൊ 23 വിംശതിയും പ്ലസ് തിസൃബിഹി 23 അക്ഷൗഹിണീഭിഹി സംവൃതഃ ചുറ്റപ്പെട്ടവനായിക്കൊണ്ട് യദുരാജധാനീം മധുരാം നിരുണത് സർവതോ ദിശ. യദുരാജധാനിയായ മധുരയെ, യാദവന്മാരുടെ രാജധാനിയായ മധുരാപുരിയെ സർവതോ ദിശം നിരുണത് എല്ലാ ദിക്കിലും നിരോധിച്ചു എന്നർത്ഥം. നിരുണത് എന്ന് പറഞ്ഞാല് ചുറ്റും വളഞ്ഞു, നിരോധിച്ചു. ആർക്കും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ, പുറത്തുനിന്ന് ആർക്കും അകത്തേക്കും പോകാത്ത രീതിയിൽ വളഞ്ഞു, ആക്രമിക്കാനായിട്ട് തയ്യാറായി എന്നർത്ഥം. അപ്പോ 23 അക്ഷൗഹിണി സൈന്യമാണ് അദ്ദേഹം കൊണ്ടുപോയിട്ട് മധുരാപുരിയെ വളഞ്ഞത്. അപ്പോ ഈ ജരാസന്ധന്റെ പക്ഷത്ത് എല്ലാ രാജാക്കന്മാരും ഉണ്ടായിരുന്നു, പ്രബലന്മാരായിട്ടുള്ള ആളുകളൊക്കെ. എല്ലാവർക്കും ജരാസന്ധനെ പേടിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ മാത്രമല്ല കൃഷ്ണനോടും ബലരാമനോടും ഒക്കെ അവർക്ക് അസൂയയും മത്സരവും ഒക്കെ ഉണ്ട് താനും. അപ്പോ അങ്ങനെ ഒരുത്തൻ വളർന്നു വരണ്ട. ഒരു ധാർമ്മികൻ ഈ ഭൂമിയിൽ വളർന്നു വന്നാൽ അധാർമികന്മാർക്കൊന്നും ജീവിച്ചു പോകാൻ പറ്റില്ല, അല്ലേ? അതാണല്ലോ ഇന്നത്തെ ഭാരതത്തിലെ രാഷ്ട്രീയം. ഒരു ധാർമ്മികനായിട്ടുള്ള ഒരാൾ രാജ്യം ഭരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും ഇരിക്കപ്പുറതിയില്ല. അവരെല്ലാം കൂടി കൂട്ടക്കരച്ചിൽ നിലവിളിയൊക്കെയാണ്. എന്താ കാരണം? അവർ ഇത്രയും കാലം ചെയ്ത അഴിമതികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കോടികൾ അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താലും കള്ളത്തരങ്ങൾ പിടിക്കുന്നു. ആകെ പ്രശ്നം.
അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞിട്ടാ അപ്പോൾ ജനങ്ങളിൽ ഭയം ഉണ്ടാക്കുക? ഇവര് കൊലയാളികളാണ്, കൊള്ളക്കാരാണ്, അല്ലെങ്കിൽ മറ്റ് മതങ്ങളെ ദ്രോഹിക്കുന്നവരാണ്, എല്ലാവരെയും ഹിംസിക്കുന്നവരാണ്, ഇവർ വന്നാൽ ഭയങ്കര അപകടമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. BJP RSS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊലകാരന്മാരുടെ കൂട്ടമാണ്, കൊള്ളക്കാരുടെ കൂട്ടമാണ്, മറ്റു മതസ്ഥരെ കൊന്നൊടുക്കുകയാണ് ഇവരുടെ സ്വഭാവം എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്ന് ജനങ്ങളുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുക എന്നുള്ളതാണ് ഈ കള്ളക്കൂട്ടങ്ങളുടെ സ്ഥിരമായിട്ടുള്ള തൊഴിൽ. അതിനവരെ ഏതൊക്കെ വഴികൾ നോക്കണോ എല്ലാം ഏറ്റെടുക്കും. മാധ്യമങ്ങളെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ബാക്കി ഏതൊക്കെ വഴികളുണ്ടോ, ഇപ്പോൾ കോടതികൾ വരെ സുപ്രീം കോടതി വരെ വിശ്വസിക്കാൻ കൊള്ളാതായിട്ടുള്ള അവസ്ഥയാണ്. ഒക്കെ ഏതൊക്കെയോ വഴിക്ക് ഈ പറഞ്ഞ ദേശവിരുദ്ധ ശക്തികളുടെ കയ്യിലാണ്. ഇപ്പോൾ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലേ, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഈ ഭാരതത്തെ നശിപ്പിക്കാനായിക്കൊണ്ട് ബോംബ് സ്ഫോടന പരമ്പരകൾ സൃഷ്ടിച്ച ആളുകളിൽ പ്രമുഖനായിട്ടുള്ള ഒരാൾ, ഒരു റാണ അല്ലേ. ഇപ്പം അയാളെ മോചിപ്പിക്കാനായിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരെല്ലാം മുന്നിലിറങ്ങും. ഏറ്റവും മുന്തിയ വക്കീൽ കപിൽ സിബലോ അതുപോലെയുള്ള ആളുകളോ തന്നെ സുപ്രീം കോടതിയിൽ വാദിക്കും. സുപ്രീം കോടതിയും പറയും ശരിയല്ലേ എന്ന് പറയും. അപ്പം ഇങ്ങനെ രാജ്യത്തെ നശിപ്പിക്കുന്ന ആളുകളെയൊക്കെ വെറുതെ വിടാനും അല്ലെങ്കിൽ അവർക്ക് VVIP സൗകര്യങ്ങളോടെ വലിയ ഹോട്ടലുകളിൽ താമസിക്കാനും ഹൈ സെക്യൂരിറ്റി കൊടുക്കാനും ഉത്തരവിടും. ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിനായിട്ടുള്ള ധനം ദിവസം പ്രതി ഈ രാഷ്ട്രദ്രോഹികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നികുതി പണം ചെലവഴിക്കേണ്ടി വരും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോളൂ, സുപ്രീം കോടതിയിൽ നടക്കുന്ന നാടകങ്ങളൊക്കെ കണ്ടോളൂ. മനുഷ്യാവകാശം എന്നും മറ്റു പലതും പറഞ്ഞ് ഇവിടെ പാവപ്പെട്ടവനൊരു അവകാശമില്ല. വലിയ വലിയ ആൾക്കാർക്ക് മാത്രമുള്ളതാണ് ഈ മനുഷ്യാവകാശം. നോക്ക് എന്തൊക്കെയാ സംഭവിക്കാൻ പോകണമെന്ന്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഒന്നിച്ചു കൂടും ഈ അക്രമികളുടെ സംഘങ്ങൾ. അതിന് വിദേശ ശക്തികളുടെ സഹായം ഉണ്ടാവും. കാരണം ഈ രാജ്യം പൊങ്ങി വരുന്നത് അവർക്കൊന്നും സഹിക്കാനാവില്ല. അവരെക്കാൾ പല രംഗത്തും മികച്ചു നിൽക്കുകയും പല ബിസിനസ്സുകളും ഇവർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവും മറ്റു രാജ്യക്കാർക്ക്. അതുകൊണ്ട് അവർ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ എല്ലാ തരത്തിലും ഫണ്ടിങ് ചെയ്യും. ആ ഫണ്ടിങ് സ്വീകരിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും എല്ലാ കള്ളക്കളികളും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ ഇവിടെ ജരാസന്ധനെ സഹായിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് മറ്റ് പല മഹാഭാരതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിലാണ് ഇതിന്റെ വിസ്തരിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കലിംഗ രാജാവ്, ബാഹ്ലീക രാജാവ്, കാരൂഷ രാജാവ്, ഇവര് പടിഞ്ഞാറ് ഭാഗം വളഞ്ഞു എന്നാണ്. മധുരാപുരിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഈ രാജാക്കന്മാർ വളഞ്ഞു. അതുപോലെ വിദർഭ രാജാവിന്റെ പ്രതിനിധിയായി രുക്മി, അതുപോലെ കൃഷ്ണന്റെ തന്നെ കസിൻസ് ആയിട്ടുള്ള വിന്ദാനുവിന്ദന്മാര്, അതുപോലെ ദന്തവക്ത്രൻ, ശിശുപാലൻ മുതലായിട്ടുള്ളവര്, വിദൂരഥൻ, വിരാടൻ, ബാണൻ, ഭൂരിസ്രവസ്, ത്രികർത്തൻ മുതലായിട്ടുള്ളവര് വടക്ക് ഭാഗം വളഞ്ഞു. ഏകലവ്യൻ, ജയദ്രഥൻ, ശല്യര്, കൗരവര്, കേകയൻ ഇവരൊക്കെ കിഴക്ക് ഭാഗം വളഞ്ഞു. ചേതി രാജാവ് ശിശുപാലൻ തെക്ക് ഭാഗമാണ്. ജരാസന്ധൻ ഇവരൊക്കെ തെക്ക് ഭാഗവും നിരോധിച്ചു. ഇങ്ങനെ എല്ലാ പ്രബല രാജാക്കന്മാരും സൈന്യവും ഇവരെല്ലാം ആലോചന ചെയ്യാതെ, എന്തിനാണ് ഈ യുദ്ധം എന്ന് ആലോചിക്കാതെ ജരാസന്ധൻ വിളിച്ചു വന്നു. എല്ലാവർക്കും ഈ മധുരാപുരിയെ നശിപ്പിക്കണം, കൃഷ്ണനെ നശിപ്പിക്കണം. അപ്പൊ മധുരാപുരി പണ്ടേ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. മുഗളന്മാർ വന്നതിന് ശേഷം ഔറംഗസേബ് നശിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെയുള്ള ആൾക്കാർ വളയാനും നശിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നടന്നിട്ടില്ല, തൽക്കാലം നടക്കുന്നില്ല. ഈ 23 അക്ഷൗഹിണി 4 ഭാഗത്തുനിന്നും വളഞ്ഞു എന്നാണ്. ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ 1,09,350 പേരാണ്. അതായത് ഒരു ആന, ഒരു തേര്, ഒരു കുതിര, 5 കാലാൾ. അപ്പൊ മൊത്തം 10 പേരായി. ഒരു ആന, ആനപ്പുറത്തൊരാള്, ഒരു തേര്, തേരിലൊരാള്, ഒരു കുതിര,
മൂന്ന് കുതിരയിൽ 3 പേര് പഞ്ചായി 5 കാലാള്. അപ്പൊ 5ഉം 5ഉം 10 പേര് ചേർന്നതിനെയാണ് പത്തി എന്ന് പറയുക. അങ്ങനെ 3 പത്തി ചേർന്നാൽ സേനാമുഖം, അതിന്റെ × 3 ഗുൽമം, × 3 ഗണം, × 3 വാഹിനി, × 3 പൃഥന, × 3 ചമു, × 3 അനീകിനി, × 10 അക്ഷൗഹിണി. അവസാനം മാത്രം 10 കൊണ്ട് പെരുക്കണം. അതുവരയ്ക്ക് 3 3 3 പെരുക്കി വന്ന് അവസാനം 10 കൊണ്ട് പെരുക്കുമ്പോഴാണ് അക്ഷൗഹിണി. 1,09,350 പേരാണ്. അപ്പൊ 23 അക്ഷൗഹിണി എന്ന് പറയുമ്പോൾ ഏകദേശം 24 ലക്ഷത്തിലും കൂടുതൽ ആളുകളായി. 24 അല്ല, 25 ലക്ഷത്തിൽ കൂടുതൽ ആളുകളായി. നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റർ നോക്കിക്കോളും. 1,09,350. 10,9350. ഇതിനെ നിങ്ങൾ 23 കൊണ്ട് പെരുക്കിയാൽ ഏകദേശം 25 ലക്ഷം ആൾക്കാർ. അപ്പൊ ഇങ്ങനെ മധുരാപുരിയെ ധാർമ്മികമായിട്ട് ഉള്ള ആവശ്യത്തിനല്ലാതെ അധാർമികമായിട്ട് അവര് വളഞ്ഞു എന്നർത്ഥം. എല്ലാവരും ആലോചന കൂടാതെ വളഞ്ഞു. അക്ഷൗഹിണീഭിർവിംശത്യാ തിസൃഭിശ്ചാപി സംവൃതഃ യദുരാജധാനീം മധുരാം നിരുണത് സർവതോ ദിശം നിരീക്ഷ്യ തദ്ബലം കൃഷ്ണഃ ഉദ്വേലമിവ സാഗരം സ്വപുരം തേന സമൃദ്ധം സ്വജനം ച ഭയാകുലം. നിരീക്ഷ്യ തദ്ബലം കൃഷ്ണഃ ഉദ്വേലമിവ സാഗരം സ്വപുരം തേന സമൃദ്ധം സ്വജനം ച ഭയാകുലം. അപ്പൊ കൃഷ്ണൻ ഇത് കണ്ടു. തദ്ബലം ഉദ്വേലമിവ സാഗരം നിരീക്ഷ്യ. ആ സൈന്യം, ജരാസന്ധന്റെ നേതൃത്വത്തിലുള്ള ഈ 23 അക്ഷൗഹിണി സൈന്യം ഉദ്വേലം സാഗരം ഇവ. ഉദ്വേലം എന്ന് പറഞ്ഞാല് വേല കവിഞ്ഞ് വരുന്നത്. വേല എന്ന് പറഞ്ഞാൽ തീരം, കര. അപ്പൊ കര കവിഞ്ഞ് വേലിയേറ്റമായി വരുന്ന സമുദ്രം പോലെ വരുന്ന ഈ സൈന്യത്തെ കണ്ട്. അപ്പോൾ ഒരു വലിയ വേലിയേറ്റം അല്ലെങ്കിൽ സുനാമി കരകവിഞ്ഞ് വരികയാണ്. അങ്ങനെ വരുന്നതായിട്ടുള്ള സാഗരം പോലെ ഇരമ്പി 4 ഭാഗത്തുനിന്നും ആക്രമിക്കാനായിട്ട് ഒരുമ്പെട്ട് വരുന്നതായിട്ടുള്ള ഈ ബലത്തെ, ഈ സൈന്യത്തെ ദൂരെ നിന്ന് തന്നെ ഭഗവാൻ കണ്ടിട്ടുണ്ടാവും. തന്റെ മാളിക മുകളിൽ നിന്ന്, അതുപോലെ മറ്റുള്ളവരും ഒക്കെ അവരവരുടെ ഗൃഹങ്ങളുടെ മട്ടുപ്പാവിൽ നിന്നും ഒക്കെ നോക്കിക്കാണുകയാണ് ദൂരത്തുനിന്ന് വരുന്നതായിട്ടുള്ള ഈ സൈന്യം. അപ്പൊ പണ്ടൊക്കെ ചുറ്റും തുറന്ന വയലുകളും അതുപോലെയുള്ള കൃഷിസ്ഥലങ്ങളും ഒക്കെ ആയിരിക്കും. ആ ഭാഗത്ത് കൂടെയാണ് ഇതെല്ലാം ആക്രമിച്ച് വരുന്നത്. അങ്ങനെ ദൂരേന്ന് വരുന്നതായിട്ടുള്ള ആ സൈന്യങ്ങളെ കണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? സ്വപുരം തേന സമൃദ്ധം സ്വജനം ച വയാകുലം നിരീക്ഷ്യ. സ്വപുരം, തന്റെ പുരം മധുരാപുരം, തേന സമൃദ്ധം, ആ സൈന്യത്താൽ രോധിക്കപ്പെട്ടതായിട്ടും ഈ ജരാസന്ധ സൈന്യത്താൽ വളയപ്പെട്ടതായിട്ടും സ്വജനം ച ഭയാകുലം, അവിടെയുള്ള യാദവന്മാര് മുഴുവൻ ഭയപ്പെട്ടിരിക്കുന്നതായിട്ടും കണ്ടു. അങ്ങനെ കണ്ട് ഭഗവാൻ ചിന്തിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്ന്. ചിന്തയാമാസ ഭഗവാൻ ഹരിഃ കാരണമാനുഷഃ തദ്ദേശകാലാനുഗുണം സ്വാവതാര പ്രയോജനം. ചിന്തയാമാസ ഭഗവാൻ ഹരിഃ കാരണമാനുഷഃ തദ്ദേശകാലാനുഗുണം സ്വാവതാര പ്രയോജനം. ആ കാരണമാനുഷഃ ഹരിഃ, കാരണമാനുഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാരണം കൊണ്ട് മനുഷ്യ ശരീരം എടുത്തവൻ, അവതാരം ശരീരം എടുത്തവൻ എന്നർത്ഥം. ഭൂമിയുടെ ഭാരം തീർക്കുക എന്ന കാരണത്തോടുകൂടി മനുഷ്യനായി വന്നതാണ് ഭഗവാൻ. അതാണ് ഭഗവാനെ കാരണമാനുഷൻ എന്ന് പറയുന്നത്. ആ ഹരി, എല്ലാവരുടെയും ദുഃഖങ്ങളെ ഹരിക്കുന്നവൻ, ദുഷ്ടജനങ്ങളെ ഹരിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ, ഐശ്വര്യ പരിപൂർണനായിട്ടുള്ള ഭഗവാൻ ചിന്തയാമാസ, ചിന്തിച്ചു. എന്ത്? ദേശകാലാനുഗുണം സ്വാവതാര പ്രയോജനം. അവതാര പ്രയോജനം ചിന്തയാമാസ, തന്റെ അവതാരത്തിന്റെ പ്രയോജനത്തെ ചിന്തിച്ചു. ഏതിനനുസരിച്ച്? ദേശകാല അനുഗുണം. ഇപ്പൊ ഈ ദേശത്ത്, ഈ കാലത്ത് എന്താണ് ഉചിതം, എങ്ങനെ വേണം താൻ സ്മാർട്ടായിട്ട്
ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഏറ്റവും തൻ്റെ ഭാഗത്ത് ഏറ്റവും ചുരുങ്ങിയ എഫർട്ടോടുകൂടി, ചുരുങ്ങിയ നഷ്ടത്തോടുകൂടി ആ ശത്രു സൈന്യത്തെ എങ്ങനെ തടയാം, എങ്ങനെ അവരെയൊക്കെ പരാജയപ്പെടുത്താം എന്നുള്ളതായിട്ടുള്ള രീതിയിൽ ഭഗവാൻ ചിന്തിച്ചു. ഭഗവാന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കാം, പക്ഷെ ഇവിടെ ഒരു ലീലയായിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഒരു നാടകമാണ് ഭഗവാന്റെ ഈ ലീല. അപ്പോൾ ആരെക്കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യിക്കണം എന്ന് ഭഗവാൻ അറിയാം. ഭഗവാൻ വിചാരിച്ചാൽ നേരിട്ട് അങ്ങോട്ട് വന്ന് ഒറ്റയടിക്ക് ജരാസന്ധനെയും ഈ രാജാക്കന്മാരെയും കൂടെ വന്നവരെയും ഒക്കെ കൊന്നൊടുക്കാൻ ഭഗവാൻ ഒരു പ്രയാസവും. പക്ഷെ ഭഗവാന് ചില പ്രത്യേക അജണ്ടകളുണ്ട് അല്ലേ? അതാ ഞാൻ മുമ്പേ പറഞ്ഞ പാണ്ഡവന്മാരായിരിക്കണം ഭാവിയിലെ ഭൂമിയുടെ രാജാക്കന്മാർ. അപ്പോൾ അവർക്ക് വിട്ടുകൊടുക്കാനുള്ള ആളാണ് ഈ ജരാസന്ധൻ. അപ്പൊ ജരാസന്ധൻ ഒഴികെ ബാക്കിയുള്ളവരെ മാത്രമേ ഇവിടെ ഭൂമിഭാരം ഇപ്പൊ തൽക്കാലം തീർക്കേണ്ടതുള്ളൂ. അത് എങ്ങനെയായാൽ ഉചിതമാകും, അത് ജ്യേഷ്ഠനായ ബലരാമസ്വാമിയെ കൊണ്ട് തന്നെ ചെയ്യിക്കാമെന്നും ഭഗവാൻ ചിന്തിക്കുകയാണ്. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ. ഹനിഷ്യാമി ബലം ഹേതത് ഭുവിഭാരം സമാഹിതം മാഗധേന സമാനീതം വംശ്യാനാം സർവഭൂഭുജാം അക്ഷൗഹിണീഭിഃ സംഖ്യാതം ബഡാശ്വരത കുഞ്ചരൈഃ മാഗധസ്തു ന ഹന്തവ്യോ ഭൂയഃ കർത്താ ബലോദ്യമം. ഹനിഷ്യാമി ബലം ഹേതത് ഭുവിഭാരം സമാഹിതം മാഗധേന സമാനീതം വംശ്യാനാം സർവഭൂഭുജാം അക്ഷൗഹിണീഭിഃ സംഖ്യാതം ബഡാശ്വരത കുഞ്ചരൈഃ മാഗധസ്തു ന ഹന്തവ്യോ ഭൂയഃ കർത്താ ബലോദ്യമം. ഭഗവാൻ ചിന്തിക്കുന്നതാണ്. ചിന്തയാമാസ എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയാണ്. 10-ാം ശ്ലോകം വരെ ഭഗവാന്റെ ചിന്തയെക്കുറിച്ചാണ്. 7, 8, 9, 10 4 ശ്ലോകങ്ങൾ ഭഗവാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്താണ്? മാഗധേന സമാനീതം ഭുവി സമാഹിതം ഭാരം ബഡാശ്വരത കുഞ്ചരൈഃ അക്ഷൗഹിണീഭിഃ സംഖ്യാതം വംശ്യാനാം സർവഭൂഭുജാം ഏതത് ബലം ഹനിഷ്യാമി മാഗധഃ തു ന ഹന്തവ്യഃ ഭൂയഃ ബലോദ്യമം കർത്താ. അപ്പോ ഭഗവാൻ ഉള്ളിൽ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ്? മാഗധേന സമാനീതം, മാഗധനാൽ കൊണ്ടുവരപ്പെട്ടത്, സമാനയിക്കപ്പെട്ടതായിട്ടുള്ളതും മഗധ രാജാവായ ജരാസന്ധനാൽ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരപ്പെട്ടതും ഭുവി സമാഹിതം ഭാരം. വാസ്തവത്തിൽ ഇവരൊക്കെ ഭൂമിക്ക് വർദ്ധിച്ചിരിക്കുന്ന ഭാരമാണ്. അപ്പോൾ ഭൂമിക്ക് വർദ്ധിച്ചിരിക്കുന്നതായിട്ടുള്ള ഭാരമായിരിക്കുന്ന ഈ രാജാക്കന്മാരുടെ സൈന്യം, അതിനെയാണ് വിശേഷിപ്പിക്കുന്നത് ബഡ അശ്വരഥ കുഞ്ചരൈഹി അക്ഷൗഹിണീഭിഃ സംഖ്യാതം. ഭടന്മാരെ കാലാളുകള്, അശ്വം കുതിരകള്, രഥം രഥങ്ങള്, കുഞ്ചരം ആന. അപ്പൊ ചതുരംഗ സൈന്യം. ചതുരംഗം, ചതുഹു അംഗം, 4 അംഗങ്ങളാണ്. രഥം, ആന, തേര്, അല്ല തേര് പറഞ്ഞല്ലോ, ആന, തേർ, കുതിര, കാലാള്. അപ്പൊ ഇങ്ങനെയുള്ള 4 തരത്തിലുള്ളതായിട്ടുള്ള സൈന്യം. ബഡാശ്വരഥ കുഞ്ചരൈഹി അക്ഷൗഹിണീഭിഃ സംഖ്യാതം. അക്ഷൗഹിണികളായി എണ്ണപ്പെടുന്നത് 1,09,350 എന്ന് പറഞ്ഞല്ലോ ഒരു അക്ഷൗഹിണി. അങ്ങനെ എണ്ണപ്പെടുന്നതായിട്ടുള്ള 23 അക്ഷൗഹിണിയാണ് സംഖ്യ എണ്ണപ്പെടുന്നതായിട്ടുള്ള. വംശ്യാനാം സർവഭൂഭുജാം ഏതത് ബലം ഹനിഷ്യാമി. വംശ്യന്മാരെന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ വംശങ്ങളിൽപ്പെട്ടവർ, വിവിധ രാജവംശങ്ങളിൽപ്പെട്ടവരായിട്ടുള്ള സർവഭൂഭുജ എല്ലാ രാജാക്കന്മാരുടെയും ഏതത് ബലം ഹനിഷ്യാമി. ഈ ബലത്തെ ഞാൻ ഹനിക്കും, ഈ സൈന്യത്തെ ഞാൻ ഹനിക്കും, ആ കൊണ്ടുവന്ന സൈന്യത്തെയെല്ലാം ഹനിക്കും. മാഗധഃ തു ന ഹന്തവ്യഃ. എന്നാൽ മാഗധൻ ഹനിക്കപ്പെടേണ്ടവനല്ല, അവനെ വിടണം. എന്നാലോ ഭൂയഃ ബലോദ്യമം കർത്താ. അതാണ് ഐഡിയ. മാഗധൻ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അവൻ അഭിമാനിയാണ്, അഹങ്കാരിയാണ്, മുറിവേറ്റവനാണ്. അവൻ വെറുതെ ഇരിക്കില്ല. അവൻ വീണ്ടും പോയിട്ട് സൈന്യസന്നാഹം നടത്തി കൊണ്ടുവരും. ഓരോ പ്രാവശ്യം പരാജയപ്പെടുമ്പോഴും അവൻ വീണ്ടും വീണ്ടും ചവിട്ടേറ്റ പാമ്പിനെ പോലെ വീറും വാശിയോടും കൂടെ കൂടുതൽ കൂടുതൽ ആളുകളെ ആർജിച്ചുകൊണ്ട്
അവൻ യുദ്ധത്തിനായി കൊണ്ടുവരും. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ആ സൈന്യത്തെ മുഴുവൻ, ഭൂമി ഭാരമായിരിക്കുന്ന ദുഷ്ടന്മാരെ മുഴുവൻ കൊന്നുകളയുകയും മാഗധനെ മാത്രം തിരിച്ചയക്കുകയും ചെയ്യണം എന്ന് ഭഗവാൻ മനസ്സിൽ ചിന്തിച്ചു എന്നർത്ഥം. ഇതൊക്കെ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കും ഒക്കെ മാതൃകയാക്കാവുന്നതാണ് അല്ലേ? അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. ഈ ഓരോ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരും കൊണ്ടുവരുന്ന സൈന്യങ്ങളെ കൊന്നൊടുക്കുക, മാഗധനെ മാത്രം തിരിച്ചയക്കുക, അയാൾ ചെന്ന് വീണ്ടും സൈന്യസന്നാഹവുമായിട്ട് വരും. അപ്പം അതുപോലെ ഈ മാഗധന്റെ കൂട്ടത്തിൽ ഈ മുമ്പ് പറഞ്ഞ രാജാക്കന്മാരെയൊക്കെ കുറേ പേരെയൊക്കെ വിടും, അവർ വീണ്ടും വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മറ്റ് കഥകളെ ബാധിക്കുന്നത് അല്ലേ? ശിശുപാലവധം, ദന്തവക്ത്രവധം, രുക്മിവധം, ഇതൊക്കെ പിന്നീടാ വരാൻ പോണത്. അപ്പൊ അവരൊക്കെ രക്ഷപ്പെട്ട് ഓടുന്നുണ്ട് മാഗധന്റെ കൂടെ. ബാക്കി അവരുടെ സൈന്യങ്ങൾ മാത്രമാണ് കൊല്ലപ്പെടുന്നത്. അവർ സ്വാർത്ഥരായിട്ട് അവരുടെ കാര്യം നോക്കി അവർ രക്ഷപ്പെട്ട് പോകും, വീണ്ടും സൈന്യങ്ങളെ കൊണ്ടുവരും. ഏതദർത്ഥോവതാരോയം ഭൂഭാരഹരണായ മേ സംരക്ഷണായ സാധൂനാം കൃതോ അന്യേഷാം വധായ ച. ഏതദർത്ഥോവതാരോയം ഭൂഭാരഹരണായ മേ സംരക്ഷണായ സാധൂനാം കൃതോ അന്യേഷാം വധായ ച. സ്വയം ചിന്തിക്കുകയാണ്, എന്റെ അവതാരം, അയം അവതാരഃ ഏതദർത്ഥഃ മമ അയം അവതാരഃ, എന്റെ ഈ അവതാരം ഇതാണല്ലോ അർത്ഥം, പ്രയോജനം ഈ കാര്യത്തിനാണല്ലോ. ഏതു കാര്യം? ഭൂഭാരഹരണായ. അപ്പോ എന്റെ അവതാരം, മേ അവതാരഃ ഏതദർത്ഥം ഹി ഭൂഭാരഹരണായ, ഭൂമിയുടെ ഭാരങ്ങളെ ഹരിക്കാനാണ് വന്നത്. അതുപോലെ സാധൂനാം സംരക്ഷണായ, സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും എന്റെ അവതാര ദൗത്യമാണ്. അപ്പോ ഭൂഭാരഹരണായ സാധൂനാം സംരക്ഷണായ അന്യേഷാം വധായ ച. അന്യേഷ എന്ന് പറഞ്ഞാൽ ദുഷ്ടാനാം അർത്ഥം. ദുഷ്ടജനങ്ങളെയെല്ലാം വധിക്കാനുമാണ് എൻ്റെ ഈ അവതാരം. കൃതോ അന്യേഷാം വധായ ച മേ അയം അവതാരഃ കൃതഃ. അവിടെ കൃതഃ എന്നുള്ളത് അവിടേക്കാണ് അന്വയിക്കേണ്ടത്. എൻ്റെ ഈ അവതാരം ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഞാൻ ഈ അവതാരം സ്വീകരിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഭാരത്തെ ക്ഷയിപ്പിക്കുക, സജ്ജനങ്ങളെ രക്ഷിക്കുക, ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുക. അപ്പോ ജരാസന്ധനെ അതിനൊരു ഉപകരണമാക്കി മാറ്റാം. ഓരോ പ്രാവശ്യവും ജരാസന്ധനെ കൊല്ലാതെ വിടാം. ജരാസന്ധൻ പോയിട്ട് ആളുകളെ, ഭൂമിക്ക് ഭാരഭൂതന്മാരായ ദുഷ്ടജനങ്ങളെ കൂട്ടിയിട്ട് വരുമല്ലോ. മര്യാദക്കാരാണെങ്കിൽ അവർ ജരാസന്ധന്റെ കൂടെ വരാൻ നിൽക്കുവോ? ആലോചനയില്ലാത്ത മൂഢന്മാരാണ് അവരൊക്കെ. അവർക്ക് സ്വാർത്ഥതകളുണ്ട്. അതുകൊണ്ടാണ് അവര് ജരാസന്ധന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അവരെല്ലാം വധിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെ നോക്കിയാൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തില് അല്ലേ, ഭഗവാൻ ഉടനെ അവതരിച്ചതുപോലെയുള്ള ലീലകളൊക്കെ ചെയ്യേണ്ടതാണ്. അന്യോപി ധർമ്മരക്ഷായൈ ദേഹഃ സംഭ്രിയതേ മയാ വിരാമായാപ്യധർമ്മസ്യ കാലേ പ്രഭവത ക്വചിത്. അന്യോപി ധർമ്മരക്ഷായൈ ദേഹഃ സംഭ്രിയതേ മയാ വിരാമായാപ്യധർമ്മസ്യ കാലേ പ്രഭവത ക്വചിത്. അപ്പൊ ഇതുപോലെ മറ്റവതാരങ്ങളും ഭഗവാൻ ഇതേ ദൗത്യത്തോടു കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതാണ് കാലേ ക്വചിത് പ്രഭവതഃ അധർമ്മസ്യ വിരാമായ ധർമ്മരക്ഷായൈ മയാ അന്യഃ ദേഹഃ അപി സംപ്രിയതേ. മയാ അന്യഃ ദേഹഃ അപി, എന്നാൽ മറ്റു ദേഹങ്ങളും സംപ്രിയതേ ധരിക്കപ്പെടുന്നു, ഭരിക്കപ്പെടുന്നു. ഞാൻ മുമ്പും അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്, ഇനിയും അവതാരങ്ങൾ എടുക്കും. ഇതുപോലെ തന്നെ ധർമ്മരക്ഷായൈ, ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ട്. അതുപോലെ കാലേ ക്വചിത് പ്രഭവതഃ അധർമ്മസ്യ വിരാമായ. കാലേ എന്ന് പറഞ്ഞാൽ കാലത്തിൽ, ക്വചിത് ചില ദേശങ്ങളിൽ, പ്രഭവതഃ പ്രഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉത്ഭവിക്കുക, പ്രഭാവം നേടുക.
ഡോമിനേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. പ്രകർഷേണ ഭവിക്കുക, നന്നായി ഭവിക്കുന്ന അധർമ്മസ്യ. അപ്പോ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ. ഇവിടെ അപ്രഭവത എന്നുള്ളത് അഭ്യുത്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പൊ അധർമ്മസ്യ അഭ്യുത്ഥാനം യഥാ യഥാ ഭവതി തഥാ തഥാ അഹം എന്താണ് അന്യോപി ദേഹ മയ സംപ്രിയത. അന്യദേഹങ്ങളും എന്നാൽ സംഭരിക്കപ്പെട്ടിട്ടുണ്ട്. മത്സ്യകൂർമ്മ വരാഹ വാമന നൃസിംഹ പരശുരാമ ശ്രീരാമാദി അവതാരങ്ങൾ, എത്രയോ അവതാരങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരമാണ് ഇപ്പൊ ഈ കൃഷ്ണാവതാരം. ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് എന്ന് ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു എന്നാണ്. അപ്പോ അധർമ്മത്തിന്റെ വിരാമത്തിനും ധർമ്മരക്ഷയ്ക്കുമായിക്കൊണ്ട് ഞാൻ മുമ്പും അനേക ശരീരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ ശരീരവും ഇതുപോലെ ധർമ്മരക്ഷയ്ക്കാണ്. ഏവം ധ്യായതി ഗോവിന്ദേ ആകാശാത് സൂര്യവർച്ചസൗ രഥൗ ഉപസ്ഥിതൗ സദ്യ സസൂതൗ സപരിച്ഛദൗ. ഏവം ധ്യായതി ഗോവിന്ദേ ആകാശാത് സൂര്യവർച്ചസൗ രഥൗ ഉപസ്ഥിതൗ സദ്യ സസൂതൗ സപരിച്ഛദൗ. ഗോവിന്ദേ ഏവം ധ്യായതി സതി. ഗോവിന്ദൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗോവിന്ദൻ മനസ്സിൽ എന്ത് സങ്കല്പിച്ചാലും അദ്ദേഹത്തിന്റെ സങ്കല്പം കൊണ്ടാണ് ഈ ലോകമേ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രതീകമായിക്കൊണ്ട് ഭഗവാൻ ഇപ്പോ ഇന്ന മാതിരിയാണ് ഞാൻ ലീല ചെയ്യാൻ പോകണമെന്ന് ചിന്തിച്ചതും അദ്ദേഹത്തിന് ഈ നാടകത്തിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ അവിടെ അദ്ദേഹത്തിന്റെ സങ്കല്പം കൊണ്ട് നിർമ്മിച്ചു. എന്താണ്ടായത്? ആകാശത്ത് നിന്ന് 2 രഥങ്ങൾ വന്നു. അതാണ് ഗോവിന്ദേ ഏവം ധ്യായതി സതി. ഗോവിന്ദൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൽക്ഷണം ഉടനെ തന്നെ സദ്യ ആകാശാത് സൂര്യവർച്ചസൗ സസൂതൗ സപരിച്ഛദൗ രഥൗ ഉപസ്ഥിതൗ. ആകാശത്തിൽ നിന്ന് സൂര്യവർച്ചസൗ, സൂര്യനെ പോലെ തേജസ്സുള്ളത്, പ്രകാശിക്കുന്നത്, അത്യന്ത തേജസ്സോട് കൂടിയതായിട്ടുള്ള സസൂതൗ, സൂതന്മാരോടുകൂടിയ, തേരാളികളെ വേറെ വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അല്ലേ ഷോഫർ ഡ്രിവൻ കാറുകൾ വന്നു എന്നർത്ഥം. സസൂതൗ സപരിച്ഛദം, അതിന് വേണ്ട പരിച്ഛദങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങളെല്ലാം ഉണ്ട്. പടച്ചട്ടകളോ അതുപോലെ എന്തൊക്കെ ആവശ്യമായിട്ടുള്ള സാമഗ്രികളുണ്ടോ, ആയുധങ്ങളുണ്ടോ, അതെല്ലാം ആ രഥത്തിൽ എക്വിപ്ഡ് ആണ്. അതുപോലെ രഥവും, ആ രഥങ്ങൾ 2 നല്ല ഫുൾ ഇതായിട്ടുള്ള എല്ലാ സെറ്റപ്പോടും കൂടിയതായിട്ടുള്ള രഥവും ഉപസ്ഥിതവും സമീപത്ത് വന്ന് സ്ഥിതി ചെയ്തു. 2 രഥങ്ങൾ ഏട്ടനും അനിയനും ഭഗവാൻ സങ്കല്പിച്ചു, അവിടെ തന്നെ വന്നു ചേർന്നു. അപ്പോ ആ രഥങ്ങളിൽ ആയുധങ്ങളൊക്കെ വേണ്ടതുണ്ട് എന്ന് പറയണം. ആയുധാനി ച ദിവ്യാനി പുരാണാനി യദൃച്ഛയാ ദൃഷ്ട്വാ താനി ഹൃഷീകേശഃ സംകർഷണം അഗാബ്രവീത്. ആയുധാനി ച ദിവ്യാനി പുരാണാനി യദൃച്ഛയാ ദൃഷ്ട്വാ താനി ഹൃഷീകേശഃ സംകർഷണമദാബ്രവീത്. ഇവിടെ ഭഗവാന്റെ തന്നെ ആയുധങ്ങളാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് പുരാണാനി ദിവ്യാനി ആയുധാനി, തന്റെ പുരാണങ്ങളായിട്ടുള്ള എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ കയ്യിൽ എപ്പോഴും ഉള്ളതായിട്ടുള്ള ശംഖം, ചക്രം, ഗദ മുതലായിട്ടുള്ളത്, അതുപോലെ ശാർംഗം, നന്ദകം മുതലായിട്ടുള്ള ആയുധങ്ങള്, ഇതൊക്കെ ഭഗവാന്റെ പുരാണങ്ങളായിട്ടുള്ള ആയുധങ്ങളാണ്. ഭഗവാൻ ആവശ്യപ്പെടുമ്പോൾ അത് പ്രത്യക്ഷമാകും. ഭഗവാൻ സങ്കല്പിച്ചാൽ അത് ഭഗവാന്റെ മുമ്പിലെത്തും. അപ്പൊ എന്നും ഭഗവാന്റെ ആയുധങ്ങളായിരിക്കുന്ന ആ പുരാണാനി ദിവ്യാനി ആയുധാനി, അലൗകികങ്ങളായ ഭഗവാന്റെ ആ പഴയ ആയുധങ്ങൾ തന്നെ യദൃച്ഛയാ ഉപസ്ഥിതാനി, ഭഗവാന്റെ മുമ്പിൽ യാദൃച്ഛികമായി വന്നു ചേർന്നു. മറ്റുള്ളവരുടെ ദൃഷ്ടിയിലാണ് യാദൃച്ഛികം, ഇവിടെ ഒരാളുടെ ഇച്ഛയുണ്ട്, ഭഗവാന്റെ ഇച്ഛ. ഭഗവാന്റെ ഇച്ഛ കൂടാതെ അവിടെ ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഭഗവാന്റെ പ്ലാൻ അനുസരിച്ച്, തിരക്കഥ അനുസരിച്ച് സാധനം അവൈലബിൾ. എതിർച്ചയാ ഉപസ്ഥിതാനി. അങ്ങനെ ഋഷികേശ ദൃഷ്ടുവ, ആ ഋഷികേശനായ ഭഗവാൻ അല്ലേ, എല്ലാ ഇന്ദ്രിയങ്ങളെയും ഈശിക്കുന്നവനാണ് ഋഷികേശൻ. എല്ലാറ്റിൻ്റെയും നിയന്താവായിട്ടുള്ള ഭഗവാൻ ആ താനി ആയുധാനി ദൃഷ്ടുവ,
അത് സംകർഷണം അബ്രവീത്. അനന്തരം ജ്യേഷ്ഠനോട്, സംകർഷണനോട്, ബലരാമസ്വാമിയോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. പശ്യാര്യ വ്യസനം പ്രാപ്തം യദൂനാം താവതാം പ്രഭോ ത്വാവതാം പ്രഭോ ഏഷതേ രഥ ആയാതോ ദയിധാന്യായുധാനി ച യാനമാസ്ഥായ ജഹ്യേതദ്വ്യസനാത് സ്വാൻ സമുദ്ദര ഏതദർത്ഥം ഹി നൗ ജന്മ സാധൂനാം ഈശ ശർമ്മകൃത്. പശ്യാര്യ വ്യസനം പ്രാപ്തം യദൂനാം ത്വാവതാം പ്രഭോ ഏഷതേ രഥ ആയാതോ ദയിധാന്യായുധാനി ച. ആര്യ എന്ന ജ്യേഷ്ഠനെ സംബോധന ചെയ്യണം. അല്ലയോ ജ്യേഷ്ഠ എന്ന് തന്നെയാണ് ആര്യ. അല്ലയോ ജ്യേഷ്ഠ, പശ്യ, കാണൂ. എന്ത് കാണൂ? യദൂനാം വ്യസനം പ്രാപ്തം, യാദവന്മാർക്ക് വന്നു ചേർന്നതായിട്ടുള്ള വ്യസനത്തെ അങ്ങ് കാണൂ. എങ്ങനെയുള്ളവരാണ് ഈ യദുക്കള്? ത്വാവതാം എന്ന് പറഞ്ഞു. യദൂനാം എന്നുള്ളതിനെ വിശേഷിപ്പിച്ചതാണ് ത്വാവതാം. ത്വാവതാം എന്ന് പറഞ്ഞാൽ ത്വയായേവ അവതാം എന്ന് തന്നെയാണ്. അങ്ങയാൽ രക്ഷിക്കപ്പെടുന്നവർ, അങ്ങാണ് അവരുടെ രക്ഷകൻ. അപ്പോൾ ജ്യേഷ്ഠനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. നല്ല നേതൃത്വ ഇതായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഏട്ടനാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന മട്ടിൽ നേരത്തെ തന്നെ ഏട്ടന് ഗൗരവം മനസ്സിലാക്കി കൊടുത്തു. ഏട്ടനെ ഒന്ന് പൊക്കി എന്നർത്ഥം. അങ്ങാണ് ഈ യാദവന്മാരുടെ മുഴുവൻ രക്ഷകൻ. അപ്പോ ത്വാവതാം യദൂനാം പ്രാപ്തം വ്യസനം പശ്യ, അങ്ങയാൽ രക്ഷിക്കപ്പെടുന്നവരായ ഈ യാദവന്മാരുടെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള അവസ്ഥയെ ഒന്ന് കാണൂ, വ്യസനത്തെ അങ്ങ് കാണൂ. പ്രഭോ, അങ്ങ് ശക്തനല്ലേ, സർവസമർത്ഥനല്ലേ. തേ ഏഷഃ രഥഃ ദൈതാനി ആയുധാനിച്ച ആയാതഃ. തേ അങ്ങേക്കായിക്കൊണ്ട്, അങ്ങേക്ക് പ്രിയമായിട്ടുള്ള ഈ രഥവും വന്നിട്ടുണ്ട്, അങ്ങേക്ക് പ്രിയങ്ങളായിട്ടുള്ള ആയുധങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ തേ ഏഷഃ രഥഃ, അങ്ങയുടെ ഈ രഥവും ദൈതാനി ആയുധാനി, അങ്ങേക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ആയുധങ്ങളും ആയാതഃ ഇതാ വന്നു ചേർന്നിരിക്കുന്നു, അടുത്തേക്ക് വന്നിരിക്കുന്നു. അപ്പൊ അതെല്ലാം അങ്ങേക്കുള്ളതാണ്, അങ്ങ് സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു രഥത്തെയും അതിലുള്ള ആയുധങ്ങളെയും ബലരാമസ്വാമിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നിട്ട് യാനമാസ്തായ ജഹ്യേതത് വ്യസനാത് സ്വാൻ സമുദ്ധര ഏതദർത്ഥം ഹി നൗ ജന്മ സാധൂനാമീശ ശർമ്മകൃത. യാനം ആസ്ഥായ ഏതത് ജഹി, അങ്ങ് ഈ യാനത്തിൽ, ഈ രഥത്തിൽ കയറി ഇരുന്നു കൊണ്ട് വേണം ഈ ശത്രുക്കളെ, ഏതത് എന്ന് പറയുന്നത് ഈ സൈന്യത്തെ, ശത്രു സൈന്യത്തെ ചൂണ്ടിക്കാണിച്ച് പറയാണ് ജഹി. ശത്രു സൈന്യത്തെ ഹനിച്ചാലും. സ്വാൻ വ്യസനാത് സമുദ്ര, സ്വാൻ സ്വകീയന്മാരായ ബന്ധുക്കളെ, യാദവന്മാരെ അങ്ങ് ഇപ്പൊ പ്രാപിച്ചിരിക്കുന്ന ഈ വ്യസനത്തിൽ നിന്ന് അങ്ങ് എല്ലാവരെയും കരകയറ്റിയാലും. സമുദ്ര, എല്ലാവരും വ്യസനസാഗരത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അവരെല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് കരകയറ്റിയാലും അങ്ങ് ഈ രഥത്തിൽ കയറി ഇവരെയൊക്കെ ഹനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ദുഃഖങ്ങളിൽ നിന്ന് മുക്തരായി തീരും. അതുകൊണ്ട് ഇനിയിപ്പോ നൗ ജന്മ ഏതദർത്ഥം ഹി, നമ്മുടെ ജന്മം ഇതിനു വേണ്ടിയിട്ടാണല്ലോ. എന്താണ്? ഹേ ഈശ, അങ്ങ് ഈശ്വരനാണ്, എല്ലാറ്റിനും സമർത്ഥനാണ്. സാധൂനാം ശർമ്മകൃത്, സാധുക്കൾക്ക് ശർമ്മത്തെ, സുഖത്തെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ജന്മം. മറ്റുള്ളവർക്ക് ഉപകാരത്തിന് വേണ്ടി, സജ്ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി, സജ്ജനങ്ങൾക്ക് സുഖം കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ രണ്ടാളുടെയും ജന്മം. അതുകൊണ്ട് നമുക്ക് നമ്മളാലാവുന്ന വിധം നമുക്ക് ശത്രുക്കളെയെല്ലാം നിഗ്രഹിച്ച് പാവപ്പെട്ട നമ്മുടെ ബന്ധുക്കൾക്ക്, എല്ലാ സാധുക്കൾക്കും രക്ഷ കൊടുക്കാം. എല്ലാവരും നല്ലവരാണ് നമ്മുടെ യാദവന്മാർ. അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിൽ ജ്യേഷ്ഠനാണ് അതിന് ഏറ്റവും ശക്തനായിട്ടുള്ള ആള്, മുമ്പിൽ നിൽക്കേണ്ട ആള് എന്ന് പറഞ്ഞ് ജ്യേഷ്ഠനെ നല്ലോണം ഒന്ന് പുകഴ്ത്തി. യാനമാസ്തായ ജഹ്യേതത് വ്യസനാത് സ്വാൻ സമുദ്ര ഏതദത്തം ഹി നൗ ജന്മ സാധൂനാം ഈശ ശർമ്മകൃത. ത്രയോവിംശത്യനീകാഖ്യം ഭൂമേർഭാരമപാകുരു ഏവം സമ്മന്ത്ര്യദാശാർഹൗ ദംശിതൗ രതിനൗ പുരാ നിർജഗ്മധു സായുധാഢ്യൗ
ബലേനാൽപീയ സംവൃതൗ അൽപീയസാവൃതൗ ശംഖം ദദ്മൗ വിനിർഗത്യ ഹരിർ ദാരുകസാരഥിഃ ത്രയോവിംശത്യനീകാഖ്യം ഭൂമേർഭാരമപാകുരു ഏവം സമ്മന്ത്ര്യദാശാർഹൗ ദംശിതൗ രഥിനൗ പുരാത്. അപ്പോ ത്രയോവിംശതി അനീകാഖ്യം, ത്രയോവിംശതി 23, അനീകാഖ്യം എന്നുള്ളത് അവിടെ അക്ഷൗഹിണി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ 23 അക്ഷൗഹിണി എന്ന് പേരുള്ള ഈ ആ സൈന്യരൂപത്തിലാണ് ഭൂമിക്ക് ഭാരം വന്നിരിക്കുന്നത്. ആ ഭൂമിയുടെ ഭാരത്തെ, അപ്പൊ ഭൂമിയുടെ ഭാരമായിരിക്കുന്ന ഈ 23 അക്ഷൗഹിണി സൈന്യത്തെ അപാകുരു, ഭൂമിയുടെ ഭാരത്തെ അങ്ങ് അപാകരിച്ചാലും ഇറക്കി വെച്ചാലും അപാകുരു. ഏവം സമ്മന്ത്രിയ, ഇങ്ങനെ ഭഗവാൻ ജ്യേഷ്ഠനോട് പറഞ്ഞ് ദാശാർഹൗ ദംശിതൗ രഥിനൗ, ആ ദാശാർഹന്മാർ എന്ന് പറഞ്ഞാൽ യാദവ പ്രമുഖന്മാരായിട്ടുള്ള രണ്ടുപേരും രാമകൃഷ്ണൗ ദംശിതൗ, ദംശിതൗ എന്ന് പറഞ്ഞാൽ ദംശം എന്ന് പറഞ്ഞാൽ കവചം, പടച്ചട്ട, ശരീരത്തിൽ ഘടിപ്പിക്കുന്നത് എന്നൊക്കെ അർത്ഥത്തിലാണ് ദംശം എന്ന് പറയുന്നത്. ദംശിക്കുക എന്ന് പറഞ്ഞാൽ കടിക്കുക എന്നാണ് അർത്ഥം. ശരീരത്തിൽ ഘടിപ്പിക്കുന്നത്, നമ്മുടെ മലയാള ഭാഷയിൽ സംസ്കൃതത്തിൽ ഘടിപ്പിക്കുന്നത്, ശരീരത്തിൽ ചേർത്ത് ശരീരത്തെ രക്ഷിക്കുന്ന കവചമാണ് ദംശം. അങ്ങനെ ദംശിതൗ എന്ന് പറഞ്ഞാലോ അരയും തലയും മുറുക്കിക്കെട്ടി കവചങ്ങളൊക്കെ എടുത്തണിഞ്ഞ്, അല്ലേ, ഓരോ ഭാഗത്തും പ്രൊട്ടക്ഷൻ ഗിയേഴ്സ് ഉണ്ട്. ക്രിക്കറ്റ് കളിക്കാരും ഹോക്കി കളിക്കാരും ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ, ഹെൽമറ്റുകളും കൈകൾക്ക്, കൈക്കുഴകൾക്ക്, തോളിന് അല്ലെങ്കിൽ കാലിന് പാഡുകൾ, അബ്ഡമൻ ഗാർഡുകൾ എന്നൊക്കെ പറഞ്ഞ പലതുണ്ട്. തൈ പാഡുകൾ, ഉദരത്തിന് പാഡുകളുണ്ട്, എല്ലാം ഉള്ളിൽ ധരിച്ചിട്ടുണ്ട് അവര്. ബാറ്റ് ചെയ്യുമ്പോൾ ബൗളർമാരുടെ ഇത് വരുമ്പോൾ തടയാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ ദംശിതൗ, കച്ച കെട്ടി എല്ലാം പ്രൊട്ടക്ഷൻ ഗിയേഴ്സൊക്കെ ധരിച്ച് അവർ തയ്യാറായി എന്നർത്ഥം. എന്നിട്ട് രഥിനൗ, രണ്ടുപേരും രഥത്തിൽ കയറിയവരായി. രഥത്തോട് കൂടിയവൻ രഥീ, രഥിന് ശബ്ദം, രണ്ടുപേര് രഥിനൗ, ആ രണ്ട് രഥികളും പുരാത് നിർജഗ്മതു, പുരത്തിൽ നിന്ന് നിർഗമിച്ചു. മധുരാപുരിയിൽ നിന്ന് യുദ്ധത്തിന് ഒരുമ്പെട്ടുകൊണ്ട് രണ്ടാളും നിർഗമിച്ചു. സ്വായുധാഢ്യൗ, അവരവരുടെ ആയുധങ്ങളെ കൊണ്ട് അഢ്യരായിട്ട്, അലങ്കരിക്കപ്പെട്ടവരായിട്ട്, തയ്യാറെടുത്തവരായിട്ട്. ബലേന അൽപീയസാ വൃതൗ, അൽപീയസാ ബലേന വൃതൗ, പേരിന് ഒരു ചെറിയ സൈന്യമേ ഇവര് സ്വീകരിച്ചിട്ടുള്ളൂ. യാദവ സൈന്യത്തിൽ നിന്ന് ഒരു ചെറിയൊരു സൈന്യത്തെ അവർ സ്വീകരിച്ചു. അതാണ് അൽപീയസാ ബലേന വൃതൗ, വൃതൗ സേവിതൗ. എന്നിട്ട് വിനിർഗത്യ ഹരിഹി ദാരുക സാരഥിഹി ശംഖം ദദ്മൗ. അപ്പൊ ആ ഹരിക്ക് ഇപ്പൊ ആരാ സാരഥി? ദാരുകനാണ്. ദാരുകൻ ഭഗവാന്റെ സാരഥി, സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് സാരഥി. അപ്പൊ ആ ദാരുകനാകുന്ന സാരഥിയോടുകൂടിയതായിട്ടുള്ള ഹരി പുറത്തിറങ്ങിയ ശേഷം വിനിർഗത്യ ശംഖം ദദ്മൗ, ശംഖത്തെ മുഴക്കി, ശംഖനാദം ചെയ്തു. ഞങ്ങൾ തയ്യാർ, നിങ്ങൾ ഏതായാലും ആക്രമിക്കാനായിക്കൊണ്ട് ഒരുമ്പെട്ട് ഞങ്ങളുടെ പുറത്തെ വളഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളങ്ങനെ ഭീരുക്കളായി അടച്ച് ഉള്ളിലിരിക്കുകയല്ല, ഇതാ ഒരുങ്ങി വന്നിട്ടുണ്ട്, തയ്യാറാണ്, നമുക്ക് നേരിടാം എന്ന മട്ടില് ഭഗവാൻ തന്നെ ആദ്യം ശംഖം ദദ്മൗ. അപ്പോൾ ബാക്കിയുള്ളവരും ഒക്കെ തയ്യാറായി എന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്ക് യുദ്ധത്തിന്റെ ആരംഭം, യുദ്ധം എല്ലാം വിസ്തരിച്ച് വൈകിട്ട് നോക്കാം. വൈകിട്ട് 6:30 ശേഷം. ഓം കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകുന്നേരം നോക്കാം. എല്ലാവർക്കും ശുഭദിനം.